then mycoplasma. Okay, archaebacteria, eubacteria, mycoplasma. ഇത് മൂന്നുമാണ് നമ്മൾ കിങ്ഡം മൊനീറയിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ആർക്കിബാക്ടീരിയയുടെ മൂന്ന് ഡിവിഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർക്കിബാക്ടീരിയ is divided into three different. Yes, ma'am. Three groups of archaebacteria. ഒന്നും കൂടി ക്വസ്റ്റ്യൻ പറയോ, ക്ലിയർ ആയില്ല. Are the three groups of archaebacteria? ടീച്ചറുടെ സൗണ്ട് ക്ലിയർ അല്ല. മാം ഒരു സ്ലോ ആവണം, ക്ലിയർ ആയി കേൾക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ? യെസ് മാം. ഐഷോട് ഞാൻ ചോദിച്ചത് ആർക്കിബാക്ടീരിയയുടെ മൂന്ന് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? ത്രീ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് ആർക്കിബാക്ടീരിയ. ആർക്കിബാക്ടീരിയയുടെ മൂന്ന് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് പറഞ്ഞോ. മൂന്ന് ഗ്രൂപ്പ്സ് ഏതൊക്കെയാ? ഈ ഡിഫറെന്റ് ഹാബിറ്റ് എക്സ്ട്രീം കണ്ടീഷനിൽ ലീവ് ചെയ്യണോ ഇരിക്കുന്നവരാണ് ആർക്കിബാക്ടീരിയ. അതിന്റെ മൂന്ന് ഗ്രൂപ്പ്സ് നമ്മൾ പറഞ്ഞത് മൂന്ന് ടൈപ്പ് ആർക്കിബാക്ടീരിയ. സോൾട്ടി ഏരിയാസ്. ആർക്കിബാക്ടീരിയയുടെ മണം പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? ആർക്കിബാക്ടീരിയയുടെ മൂന്ന് ഗ്രൂപ്പ്സ് ഐഷ. ഹോളോഫൈൽസ്, മെത്തനോജൻ, തെർമോസിഡോഫൈൽ. ഹാലോഫൈൽസ്, മെത്തനോജൻസ് ആൻഡ് തെർമോസിഡോഫൈൽസ് ആണ് ആർക്കിബാക്ടീരിയ നമ്മൾ പറയുന്നത്. ഹാലോഫൈൽസ് ഏത് കണ്ടീഷൻസിൽ ജീവിക്കും? സോൾട്ടി ഏരിയാസിൽ ജീവിക്കുന്നവരാണ് ഹാലോഫൈൽസ്. മാം എന്നോടാണോ ചോദിച്ചാണ്? ആദ്യത്തെ തെർമോസിഡോഫൈൽസ് എവിടെയാ കാണുന്നത്? അനഘ പ്രസന്റ് ആണോ? അനഘ പിയസ്. എന്തോ ചോദിച്ചു മനസ്സിലായില്ല. പറഞ്ഞ തെർമോസിഡോഫൈൽസ് എവിടെയാ കാണുന്നത്? ഹോട്ട് സ്പ്രിംഗ്. ഏരിയാസിലും അങ്ങനെ ഗട്ട് ഓഫ് റുമിനന്റ് ആൻഡ് രണ്ട് സ്ഥലത്താണ് നമ്മൾ ആർട്ടനോജൻസ് കാണുന്നത്. എന്തായിരുന്നു മൈക്രോപ്ലാസ്മയുടെ സ്പെഷ്യാലിറ്റി? നമ്മള് തന്റെ പേര് വെച്ചിട്ട് ഇവരെ ഡിസ്ക്രൈബ് ചെയ്തേന്ന് വെച്ചിട്ട് അവർക്ക് സെൽ ബോൾ ഉണ്ടാവില്ല, സർവൈവ് ചെയ്യാനായിട്ട് ഓക്സിജൻ വേണ്ട. ഇതൊക്കെയാണ് മൈക്രോപ്ലാസ്മയുടെ സ്പെഷ്യാലിറ്റി. നമ്മള് കിങ്ഡം പ്രോട്ടീസിന്റെ ഏതൊക്കെയായിരുന്നു ഫൈവ് ഡിവിഷൻസ്? ഞങ്ങളുടെ ഫൈവ് ഡിവിഷൻസ്: Chrysophytes, Dinoflagellates, third one Euglenoids. So പ്രോട്ടിസ്റ്റയുടെ ഡിവിഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജെല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്. ഫോർത്ത് വൺ സ്ലൈം മോൾസ്. ഫിഫ്ത് വൺ ഏതാ? Okay, chrysophytes, dinoflagellates, euglenoids, slime molds and protozoans. So ഇത്രയാണ് നമ്മൾ കിങ്ഡം പ്രോട്ടീസിയയുടെ ഡിവിഷൻ. ഇതില് ക്രൈസോഫൈറ്റ്സിൽ രണ്ട് പേര്, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ. ക്രൈസോഫൈറ്റ്സിൽ രണ്ട് ഡിവിഷൻ ആണ്, ഡയാറ്റംസും അതുപോലെ തന്നെ ഗോൾഡൻ ആൽഗെ ഓർ ഡെസ്റ്റിക്. ഡയാറ്റംസ് ക്ലിയർ ആവുന്നുണ്ടോ? ഡയാറ്റംസ്, ഗോൾഡൻ ആൽഗെ, ഇത് രണ്ടുമാണ് ക്രൈസോഫൈറ്റ്സിൽ വരുന്നത്. അപ്പൊ ഡയാറ്റംസ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അല്ലെ, ഡയാറ്റോമേഷ്യസ് എർത്ത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഡയാറ്റോമേഷ്യസ് എർത്ത്. അതായത് ഡയാറ്റംസ് സിലിക്ക വോൾസ് ആണ്. അതിൽ ഫോം ചെയ്തിട്ടുള്ള സെൽ വോൾ എന്ന് പറയുന്നത് സിലിക്കയാണ്. സോ അവര് ഡെഡ് ആയി കഴിയുമ്പോൾ, ഡയാറ്റംസ് ഡൈ ആയി കഴിയുമ്പോൾ ആ സിലിക്ക വോൾസിന്റെ ഡെപ്പോസിറ്റ് എവിടെ ഉണ്ടാവും? അവര് ജീവിക്കുന്ന ആ ഒരു ഓഷ്യന്റെ പാർട്ടിൽ, അവരുടെ ഹാബിറ്റാറ്റിൽ പ്രസന്റ് ആയിരിക്കും. അതിന് നമ്മളൊരു പേര് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തായിരുന്നു? ദാറ്റ് ഈസ് കോൾഡ് എന്തായിരുന്നു? ഡയാറ്റംസ്. ശിവാനി പറഞ്ഞോ. ഡയറ്റോമേഷ്യസ്. രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡയാറ്റോമേഷ്യസ് എർത്ത് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയായിരുന്നു രണ്ട് പർപ്പസ്? പോളിഷിംഗ്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽ സിറപ്പ്. ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്, അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള.
ഓക്കെ, സോ നമ്മൾ ഡയാറ്റമേഷൻ സർക്കിൾ വരെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇത് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഡൈനോഫ്ലജലേറ്റ്സ് ആണ്. ഓക്കെ, ഡൈനോഫ്ലജലേറ്റ്സ് പേര് പോലെ തന്നെ രണ്ട് ഫ്ലജല്ല പ്രസന്റ് ആയിട്ടുള്ളതാണ്. ഡൈ മീൻസ് ടു, ഡൈനോഫ്ലജലേറ്റ്സ് രണ്ട് ഫ്ലജല്ല പ്രസന്റ് ആയിട്ടുള്ളതാണ് ഡൈനോഫ്ലജലേറ്റ്സ്. അവർ മറൈൻ ഓർഗാനിസംസ് ആണ്, അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക്കും ആണ്. മറൈൻ ആണ്, മറൈൻ ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്, അതുപോലെ തന്നെ രണ്ട് ഫ്ലജല്ല പ്രസന്റ് ആയിട്ടുള്ളതാണ് ഡൈനോഫ്ലജലേറ്റ്സ്. അവരുടെ ബോഡിയിൽ രണ്ട് ഫ്ലജല്ല ഉണ്ട്. ഞാൻ പ്രസന്റേഷനിൽ ഫിഗർ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ഫിഗർ കണ്ടല്ലോ, പല കളറിലുള്ള ഫിഗർ കണ്ടില്ലേ? ഇതാണ് ഡൈനോഫ്ലജലേറ്റ്സിന്റെ സ്ട്രക്ചർ. അതായത് അവരുടെ ബോഡിയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പിഗ്മെന്റ്സ് പ്രസന്റ് ആയിരിക്കും. ഗ്രീൻ കളറുടെ പിഗ്മെന്റ് ഉണ്ടാവും, റെഡ് കളർ പിഗ്മെന്റ് ഉണ്ടാവും, ബ്ലൂ, അങ്ങനെ പല പല കളറിലുള്ള പിഗ്മെന്റ്സ് പ്രസന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ എങ്ങനെ അപ്പിയർ ചെയ്യും? കളർഫുൾ ആയിരിക്കും. ഡൈനോഫ്ലജലേറ്റ്സ് ഡിഫറെന്റ് കളേഴ്സിലാണ് അവരെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഫ്ലജല്ല പ്രസന്റ് ആണെന്ന് പറഞ്ഞു. രണ്ട് ഫ്ലജല്ല ഉണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ സ്ട്രക്ചറിൽ നോക്കിയാൽ കാണാം. ഈ കാണിച്ചിരിക്കുന്ന സ്ട്രക്ചറിൽ നോക്കിയാൽ ഒരു ട്രാൻസ്വേഴ്സ് ഫ്ലജല്ല ഉണ്ട്, ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്ലജല്ല ഉണ്ട്. അതായത് ഇങ്ങനെ നേരെ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്ലജല്ല ഉണ്ട്, ഇങ്ങനെ സൈഡിലേക്ക് ഒരു ചെറിയ ട്രാൻസ്വേഴ്സ് ഫ്ലജല്ല ഉണ്ട്. സോ രണ്ട് ഫ്ലജല്ല, ഫ്ലജല്ലം എന്ന് പറയുന്ന ഫ്ലജല്ലേനെ തന്നെയാണ് കേട്ടോ. സോ രണ്ട് ഫ്ലജല്ല പ്രസന്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഡൈനോഫ്ലജലേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡൈനോഫ്ലജലേറ്റ്സ് മറൈൻ ഓർഗാനിസംസ് ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്. എത്ര ഫ്ലജല്ല ഉണ്ട്? രണ്ട് ഫ്ലജല്ല. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്ലജല്ല ആൻഡ് സെക്കൻഡ് വൺ ട്രാൻസ്വേഴ്സ് ഫ്ലജല്ല. ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്ലജല്ല, ട്രാൻസ്വേഴ്സ് ഫ്ലജല്ല, രണ്ട് ഫ്ലജല്ല ഉണ്ട് അവരുടെ ബോഡിയിൽ. ദാറ്റ് ഇസ് വൈ ദേ ആർ കോൾഡ് ഡൈനോഫ്ലജലേറ്റ്സ്. ഓക്കെ, ഇനി ഈ പ്രസന്റേഷനിലുള്ള ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാലോ. റെഡ് കളറിൽ സീ വാട്ടർ റെഡ് കളറിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഈ കാണിച്ചത്. ഇതിന് നമ്മൾ പറയുന്ന പേര് റെഡ് ടൈഡ്സ് എന്നാണ്. റെഡ് ടൈഡ്സ്. സോ എന്താണ് റെഡ് ടൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെഡ് കളറിലുള്ള ഡൈനോഫ്ലജലേറ്റ്സ് ഒരുപാട് മൾട്ടിപ്ലൈ ചെയ്യും. മറൈൻ ഓർഗാനിസംസ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ചില ഏരിയാസിൽ ഇവരുടെ നമ്പർ ഒരുപാട് കൂടും. ഇവര് ഒരുപാട് മൾട്ടിപ്ലൈ ചെയ്യും. സോ റെഡ് ഡൈനോഫ്ലജലേറ്റ്സ് അവരുടെ നമ്പർ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ അവര് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ആ ഒരു ഏരിയ റെഡ് കളേർഡ് ആയിട്ട് കാണും. സിയിലെ ആ ഒരു പാർട്ടോഷ്യന്റെ ആ ഒരു റീജിയൻ റെഡ് കളേർഡ് ആയിട്ട് കാണും. അതിൽ നമ്മൾ പറയുന്ന പേരാണ് റെഡ് ടൈഡ്സ്. ഓക്കെ, എന്താണ് റെഡ് ടൈഡ്സ്? റെഡ് കളേർഡ് ആയിട്ടുള്ള ഡൈനോഫ്ലജലേറ്റ്സ്. ഓക്കെ, റെഡ് കളർ പിഗ്മെന്റ് പ്രസന്റ് ആയിട്ടുള്ള ഡൈനോഫ്ലജലേറ്റ്സ് അവര് മൾട്ടിപ്ലൈ ചെയ്യുന്ന ടൈമില്, ഡിവിഷനൊക്കെ നടന്ന് അവര് മൾട്ടിപ്ലൈ ചെയ്യുന്ന ടൈമില് അവിടെ റെഡ് പിഗ്മെന്റ്സ് വന്നിട്ട് ആ ഒരു ഏരിയ എവിടെയാണോ അവർ ജീവിക്കുന്നത് ആ ഒരു ഏരിയ റെഡ് കളേർഡ് ആയിട്ട് കാണും. അതിനാണ് നമ്മൾ എന്തൊക്കെ പറയുന്നത്? റെഡ് ടൈഡ്സ് എന്ന് പറയുന്നത്. ഈ ഒരു റെഡ് ടൈഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് റെഡ് ഡൈനോഫ്ലജലേറ്റ് ആണ്. നമ്മൾ റെഡ് കളേർഡ് ഡൈനോഫ്ലജലേറ്റ് ആണ്. അതിന്റെ എക്സാമ്പിൾ ആണ് റെഡ് ടൈഡ്സ് കോസ് ചെയ്യുന്ന ഡൈനോഫ്ലജലേറ്റിന് ഒരു എക്സാമ്പിൾ ആണ് ഗോണിയോലക്സ്. So Goniolax, it is an example for a red dinoflagellate and it is responsible for red tides. So ഇങ്ങനെ ഓഷ്യനിലെ വാട്ടർ ഒക്കെ റെഡ് ടൈഡ് റെഡിഷ് കളറിലായിട്ട് ആ ഒരു ഏരിയയിൽ ഉണ്ടാവുക. അതിന് റീസൺ ആയിട്ടുള്ളത് അതാണ് ഈ ഒരു ഗോണിയോലക്സ്. ഈ ഒരു ഗോണിയോലക്സ് എന്ന് പറയുന്ന റെഡ് ഡൈനോഫ്ലജലേറ്റ് അങ്ങനെ അതാ ഒരു വാസ്റ്റ് ഏരിയയിൽ സ്പ്രെഡ് ചെയ്യും. അതാണ് ഈ ഒരു റെഡ് ടൈഡ് കോസ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ
വാട്ടർ റെഡിഷ് കളറിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ടൈമില് ഈ ഒരു ഗോണിയോലക്സ് വാട്ടറിലേക്ക് ടോക്സിൻസ് റിലീസ് ചെയ്യുന്നു. മാം ക്ലിയർ ആണ്. സൗണ്ട് ക്ലിയർ ആവണേ. ക്ലിയർ ആണോ? കുഴപ്പമില്ല. ക്ലിയർ അല്ല. ക്ലിയർ അല്ല മാം. മാം സൗണ്ട് ഇത്തിരി പ്രശ്നമുണ്ട്. ഓക്കെ ഓക്കെ, നോക്കട്ടെ നോക്കട്ടെ, ഒരു മിനിറ്റ്. സൗണ്ട് ഓക്കെ ആണോ? യെസ് മാം. Yes, miss. യെസ് മിസ്. മാം റെഡ് ടൈഡ് ഒന്നുകൂടി പറയും. അതായത് ഡൈനോഫ്ലജലേറ്റ്സില് ചില ഡൈനോഫ്ലജലേറ്റ്സ് നമ്മൾ കാണിച്ചല്ലോ, പല പല കളേഴ്സ് ഉണ്ട്. റെഡ് കളർ ഉണ്ട്, ബ്ലൂ കളർ ഉണ്ട്, പല കളേഴ്സിന്റെ ഡൈനോഫ്ലജലേറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ റെഡ് കളറിലുള്ള ഡൈനോഫ്ലജലേറ്റ്സ് അവരുടെ ബോഡിയിൽ എന്തുണ്ട്? റെഡ് കളേർഡ് പിഗ്മെന്റ്സ് ഉണ്ട്. അപ്പൊ റെഡ് കളേർഡ് പെട്ട ഒരു ഡൈനോഫ്ലജലേറ്റിന്റെ എക്സാമ്പിൾ ആണ് ഗോണിയോലക്സ്. റെഡ് കളറിന്റെ ഡൈനോഫ്ലജലേറ്റിന് ഒരു എക്സാമ്പിൾ ആണ് ഗോണിയോലക്സ്. സോ ഈ ഒരു ഡൈനോഫ്ലജലേറ്റ്, ഈ ഒരു റെഡ് കളർ ഡൈനോഫ്ലജലേറ്റ് ഓഷ്യനില് ഒരുപാട് എണ്ണമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഇത് ഒരുപാട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഓഷ്യന്റെ ആ ഒരു ഏരിയ എങ്ങനെയായിരിക്കും? റെഡിഷ് കളറിലായിരിക്കും ആ ഒരു ഏരിയ കാണാൻ പറ്റുക നമുക്ക്. ഇതിന്റെ പിഗ്മെന്റ്സ് ഒക്കെ റിലീസ് ചെയ്തിട്ട് റെഡ് കളറിലായിരിക്കും ആ ഒരു ഏരിയയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെഡ് ടൈഡ്സ് എന്ന് പറയുന്നത്. ഇനി ഈ സമയത്ത് നമ്മൾ പറഞ്ഞു റെഡ് ടൈഡിൽ എന്താ? അവരുടെ ബോഡിയിലുള്ള പിഗ്മെന്റ്സ് ഒക്കെ അവർ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗോണിയോലക്സ് റെഡ് കളർ പിഗ്മെന്റ്സ് ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ പിഗ്മെന്റ്സ് എന്ന് പറയുന്നത് ടോക്സിൻസ്. ടോക്സിൻസ് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, പോയിസണസ് ആയിട്ടുള്ളതാണ്. ടോക്സിൻസ് ആണ്. ഈ ടോക്സിൻസ് വാട്ടറിൽ ജീവിക്കുന്ന മറൈൻ ഓർഗാനിസത്തിന് ഹാർംഫുൾ ആണ്. അവർക്ക് ഡെത്ത് ഒക്കെ കോസ് ചെയ്യുന്ന ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ് ഈ ഒരു റെഡ് ടൈഡില് അവർ റിലീസ് ചെയ്യുന്ന പിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഡൈനോഫ്ലജലേറ്റ് ആയിരുന്നു. സോ ഡൈനോഫ്ലജലേറ്റിന് ഒരു എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ഗോണിയോലക്സ് ആണ്. സോ ഈ ഒരു ഗോണിയോലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അവിടെ ഉണ്ടാവുന്ന ഒരു ഫിനോമിനൻ ആണ് റെഡ് ടൈഡ്. എന്താണ് റെഡ് ടൈഡ്? ഗോണിയോലക്സ്, ദാറ്റ് ഈസ് എ റെഡ് കളർ ഡൈനോഫ്ലജലേറ്റ്. റെഡ് കളർഡ് ആയിട്ടുള്ള ഡൈനോഫ്ലജലേറ്റ് ആണ് ഗോണിയോലക്സ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പിഗ്മെന്റ്സ് റെഡ് കളർഡ് പിഗ്മെന്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. when this red dinoflagellate multiply, അത് ഓഷ്യനില് മൾട്ടിപ്ലൈ ചെയ്യുന്ന ടൈമിൽ എന്ത് സംഭവിക്കും? അവിടെ ആ ഒരു പാർട്ട് റെഡിഷ് കളർ ആയിട്ട് കാണും. നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാൻ പറ്റുന്നില്ലേ? ആ ഒരു ഭാഗം റെഡിഷ് കളറിലാണ് കാണുന്നത്. അതിന്റെ റീസൺ ഇതാണ്, ആ ഒരു ഏരിയയില് ഈ ഒരു ഗോണിയോലക്സ് ഒരുപാട് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ നമ്പർ ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പൊ അത് വാട്ടറിലേക്ക് പിഗ്മെന്റ്സ് റിലീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് പിഗ്മെന്റ്സ് ദേ ആർ ടോക്സിക്സ്. ടോക്സിക് ആണ് മറൈൻ ഓർഗാനിസത്തിന്. അതിന്റെ ജീവന് തന്നെ പ്രശ്നം വരുത്തുന്ന ടൈപ്പ് ടോക്സിൻസ് ആണ് ഇവര് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഓർത്തുവെക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, റെഡ് ടൈഡ് കോസ് ചെയ്യുന്ന ഡൈനോഫ്ലജലേറ്റ് ആരാണ്? അങ്ങനെയാണ് മെയിൻലി ക്വസ്റ്റ്യൻ വരാറ് കേട്ടോ. റെഡ് ടൈഡ് കോസ് ചെയ്യുന്ന ഡൈനോഫ്ലജലേറ്റ് ആരാ? റെഡ് ടൈഡ് കോസ് ചെയ്യുന്ന ഡൈനോഫ്ലജലേറ്റ് ഏത് ഡൈനോഫ്ലജലേറ്റ് റെഡ് ടൈഡ് കോസ് ചെയ്യുന്നത്? Goniolax. Goniolax. Okay, Goniolax, it is the dinoflagellate which causes red tide. Okay. അപ്പൊ ഇത്രയാണ് നമുക്ക് ഡൈനോഫ്ലജലേറ്റിൽ പറയാനുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഡൈനോഫ്ലജലേറ്റില് 2 ഫ്ലജല്ല ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം 2 ഫ്ലജല്ല ഉണ്ടല്ലേ. ഒരു ട്രാൻസ്വേഴ്സ് ഫ്ലജല്ല ഉണ്ട്, ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്ലജല്ല ഉണ്ട്. 2 ഫ്ലജല്ല പ്രസന്റ് ആണ്. അവര് റെഡ് ടൈഡ്സ് കോസ് ചെയ്യും. റെഡ് ടൈഡ്സ് എന്ന് വെച്ചാൽ അവര് പല പല കളേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ റെഡ് കളേർഡ് ആയിട്ടുള്ള ഡൈനോഫ്ലജലേറ്റ് വാട്ടറിലേക്ക് ഒരുപാട് അവര് മൾട്ടിപ്ലൈ ചെയ്യുന്ന ടൈമില് വാട്ടറിലേക്ക് റെഡ് കളർ പിഗ്മെന്റ് റിലീസ് ചെയ്യും. അതിനാണ് നമ്മൾ റെഡ് ടൈഡ്സ് എന്ന് പറയുന്നത്. ഈ ഒരു റെഡ് ടൈഡ്സ് കോസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഗോണിയോലക്സ് എന്ന് പറയുന്ന ഡൈനോഫ്ലജലേറ്റ് ആണ് റെഡ് ടൈഡ് കോസ് ചെയ്യുന്നത്. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഡൈനോഫ്ലജലേറ്റും റെഡ് ടൈഡും ഒക്കെ ക്ലിയർ ആണോ? മാം ഒരു Yes,
ആ ചോദിച്ചോ ഭദ്ര ചോദിച്ചോ ഡൗട്ട്. ടോക്സിൻസ് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അത് റെഡ് ടൈഡിന്റെ ആ. ടൈമിൽ മാത്രമേ റിലീസ് ചെയ്യുള്ളൂ? റെഡ് ടൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ, അതായത് ഇവരുടെ പിഗ്മെന്റ് റിലീസ് ചെയ്യുന്നതാണല്ലോ റെഡ് ടൈഡ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ പിഗ്മെന്റ് റിലീസ് ചെയ്യുന്ന ടൈമില് അപ്പൊ വാട്ടറിൽ ആ ഒരു പിഗ്മെന്റ്സ് ഉണ്ടാവും, അത് ടോക്സിക് ആണ്. അല്ലാത്ത സമയത്ത് ഇവരെങ്ങനെ ടോക്സിക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിഗ്മെന്റ്സ് ഇവരുടെ ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ടൈമിൽ ടോക്സിക് ആണ്. ഓക്കെ മാം. ഓക്കെ, അത് എല്ലാവർക്കും ടോക്സിക് ആണ് കേട്ടോ. മറൈൻ ഓർഗാനിസം ഇപ്പൊ നമ്മള് ഇപ്പൊ ഫിഷസ് അത് ആ ഒരു ടോക്സിൻസ് ഉള്ളിൽ ചെന്ന് ഫിഷസ് ഡൈ ആയെന്ന് വെച്ചോ, ആ ഫിഷസിനെ നമ്മൾ കഴിച്ചാലും നമുക്കും അത് ടോക്സിക് ആണ്. ഓക്കെ, അപ്പൊ ഈ റെഡ് ടൈഡിന്റെ ആ റെഡ് ടൈഡ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവര് വാട്ടറിലേക്ക് റിലീസ് ചെയ്യുന്ന പിഗ്മെന്റ്സ് അത് ടോക്സിക് ആണ്. അത് ഓർഗാനിസത്തിന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഓർഗാനിസത്തിന് ഡെത്ത് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ ഭദ്ര? യെസ് മാം. ഓക്കെ ഓക്കെ. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതപ്പോ ടീച്ചർ അതാ പ്രത്യേകം പ്രത്യേക മാത്രം നിക്കുള്ളൂ ഈ ടോക്സിൻ. ഈ ടോക്സിൻ ഒരു ടൈമിലാണ് കേട്ടോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഒരുപാട് കൂടുന്ന ഒരു ടൈമാണ്. അതിപ്പോ ചിലപ്പോ അതിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക സീസണിലായിരിക്കും അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ റേറ്റ് ഒരുപാട് കൂടുക. അതിന്റെ റീപ്രൊഡക്ഷൻ നടന്ന മൾട്ടിപ്ലിക്കേഷൻ റേറ്റ് ഒരുപാട് കൂടുന്ന ഒരു ടൈമിൽ. അപ്പൊ ആ ഒരു ടൈമിലായിരിക്കും മെയിൻ ആയിട്ട് ഈ ഒരു ടോക്സിൻസ് റിലീസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂഗ്ലിനോയിഡ്സ് ആണ്. തേർഡ് ഗ്രൂപ്പ് നമ്മുടെ ക്രൈസോഫൈറ്റ്സ് പറഞ്ഞു, ഡൈനോഫ്ലജെല്ലൈറ്റ്സ് പറഞ്ഞു. ദെൻ തേർഡ് ഗ്രൂപ്പ് ആണ് യൂഗ്ലിനോയിഡ്സ്. യൂഗ്ലിനോയിഡ്സിന്റെ ഫിഗർ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതാണ് യൂഗ്ലിനോയിഡ്സിന്റെ ഫിഗർ. കാണുന്നില്ലേ? ക്ലിയർ അല്ലേ? യെസ് മിസ്. യെസ് മാം. അപ്പൊ യൂഗ്ലിനോയിഡ്സില് നമ്മൾ നേരത്തെ നമ്മുടെ ഡൈനോഫ്ലജെല്ലൈറ്റ്സിൽ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഫ്ലജെല്ല ഉണ്ട്. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു ലോങ് ഫ്ലജെല്ല ഉണ്ട്, ഒരു ഷോർട്ട് ഫ്ലജെല്ല ഉണ്ട്. ഓക്കെ, രണ്ട് ഫ്ലജെല്ല പ്രസന്റ് ആണ്. ഒരു ലോങ് ഫ്ലജെല്ല ഉണ്ട്, ഒരു ഷോർട്ട് ഫ്ലജെല്ല ഉണ്ട് യൂഗ്ലിനോയിഡ്സ്. ഓക്കെ, സോ ടു ഫ്ലജെല്ല, one long flagella and one short flagella. നേരത്തെ എങ്ങനെയായിരുന്നു? ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്ലജെല്ലയും ഒരു ട്രാൻസ്വേഴ്സ് ഫ്ലജെല്ലയും. ഇവിടെ അങ്ങനെയല്ല, ഒരു ഫ്ലജെല്ല ലോങ് ആയിരിക്കും, പിന്നെ ഒന്നത്തെ വളരെ ചെറുതാണ്, ആ തുമ്പറ്റത്ത് മാത്രം കാണാൻ പറ്റുന്ന വളരെ ചെറിയൊരു ഫ്ലജെല്ലയും അവിടെ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, സോ യൂഗ്ലിനോയിഡ്സ് will have two flagella, that is one will be long and the other will be short. ഈ യൂഗ്ലിനോയിഡ്സിനെ മെയിൻ ആയിട്ട് കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡൈനോഫ്ലജെല്ലൈറ്റ്സ് ഒക്കെ മറൈൻ വാട്ടറിലാണ് മെയിൻ ആയിട്ട് കാണുന്നതെന്ന് പറഞ്ഞു. ഇവരെ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത് ഫ്രഷ് വാട്ടറിലാണ്. ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ്. ഫ്രഷ് വാട്ടറിലാണ് കൂടുതൽ കാണുന്നത്. അതിൽ തന്നെ സ്റ്റാഗ്നന്റ് വാട്ടർ, സ്റ്റാഗ്നന്റ് വാട്ടർ എന്ന് വെച്ചാൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഉണ്ടല്ലോ, മൂവ്മെന്റ് ഇല്ലാതെ സ്റ്റില്ലായിട്ട് നിൽക്കുന്ന വാട്ടർ. കെട്ടിക്കിടക്കുന്ന വെള്ളം നമ്മൾ പറയും, ആ വാട്ടർ മൂവ്മെന്റ് ഉണ്ടാവില്ല, ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്ന ആ ഒരു വാട്ടർ ആണ് സ്റ്റാഗ്നന്റ് വാട്ടർ. സോ സ്റ്റാഗ്നന്റ് വാട്ടറിലാണ് കൂടുതലായിട്ടും ഈ ഒരു യൂഗ്ലിനോയിഡ്സിനെ നമ്മൾ കാണുന്നത്. സോ അവരെന്താണ്? ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് ആണ്. രണ്ട് ഫ്ലജെല്ല പ്രസന്റ് ആണ്, ഒരു ലോങ് ഫ്ലജെല്ല ഉണ്ട്, ഒരു ഷോർട്ട് ഫ്ലജെല്ല ഉണ്ട്. എവിടെയാണ് മെയിൻലി കാണുന്നത്? സ്റ്റാഗ്നന്റ് വാട്ടർ, അതായത് നിൽക്കുന്ന വെള്ളം, മൂവ് ചെയ്യാത്ത വാട്ടർ, നമ്മൾ പറയും കെട്ടിക്കിടക്കുന്ന വെള്ളമില്ല, അവിടെയാണ് ഇവരെ മെയിൻ ആയിട്ട് കാണുന്നത്. ഇനി നിങ്ങൾ ഇവരുടെ ബോഡിയിൽ നോക്കിയാൽ കാണാം, ഇവരുടെ ബോഡിയിൽ ഈ ബോഡിക്ക് ചുറ്റും സെൽ വോൾ അല്ല പ്രസന്റ് ആയിട്ടുള്ളത്. ഇൻസ്റ്റെഡ് ഓഫ് സെൽ വോൾ a protein rich layer called pellicle will be present. ഇവരുടെ ബോഡിയിൽ എന്തില്ല? സെൽ വോൾ ഇല്ല. സോ
യൂഗ്ലിനോയിഡ്സിന്റെ കേസിൽ സെൽ വോൾ അല്ല അവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. നോ സെൽ വോൾ. സെൽ വോളിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് സെൽ വോൾ എ പ്രോട്ടീൻ റിച്ച് ലെയർ. പ്രോട്ടീൻ റിച്ച് ലെയറിന്റെ പേരാണ് പെല്ലിക്കിൾ. സെൽ വോളിന്റെ അത്ര ഹാർഡ് ആയിട്ടുള്ള സംഭവമല്ല പെല്ലിക്കിൾ എന്ന് പറയുന്നത്. കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് പെല്ലിക്കിൾ. അപ്പൊ ഓർത്ത് വയ്ക്കുക, യൂഗ്ലിനോയിഡ്സില് സെൽ വോൾ അല്ല ഉള്ളത്. ഇൻസ്റ്റെഡ് ഓഫ് സെൽ വോൾ എ പ്രോട്ടീൻ റിച്ച് ലെയർ കൊണ്ട് പെല്ലിക്കിൾ വിൽ ബി പ്രസന്റ്. പ്രോട്ടീൻ റിച്ച് ലെയർ ആയിട്ടുള്ള പെല്ലിക്കിൾ ആണ് അവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ ഇവരുടെ ന്യൂട്രീഷൻ പറഞ്ഞു. ഓക്കെ, ഇപ്പൊ പെല്ലിക്കിൾ ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ പെല്ലിക്കിൾ എന്താന്നുള്ളത്? ഓക്കെ, അപ്പൊ യൂഗ്ലിനോയിഡ്സിൽ കാണുന്ന ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആണ് കേട്ടോ പെല്ലിക്കിളിന്റെ പ്രസൻസ്. ഇനി നമ്മൾ ഇവരുടെ ന്യൂട്രീഷൻ പറയുകയാണെങ്കിൽ ന്യൂട്രീഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവർക്ക് സൺലൈറ്റ് കിട്ടുമ്പോൾ, ഇവർക്ക് സൺലൈറ്റ് അവൈലബിൾ ആയിട്ട് കിട്ടുമ്പോൾ ഇവരെങ്ങനെയായിരിക്കും ഇവര് ഫോട്ടോസിന്തസിസ് നടത്തി ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അപ്പൊ സൺലൈറ്റ് അവൈലബിൾ ആണെങ്കിൽ ഇവര് ഓട്ടോട്രോഫിക് ആയിരിക്കും. ഇനി സൺലൈറ്റ് കിട്ടുന്നില്ലെങ്കിൽ ഇവരെങ്ങനെയായിരിക്കും? ഹെറ്ററോട്രോഫിക് ആയിരിക്കും. സൺലൈറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഓട്ടോട്രോഫിക് ആയിരിക്കും, സൺലൈറ്റ് കിട്ടുന്നില്ലെങ്കിൽ അവർ ഹെറ്ററോട്രോഫിക് ആയിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ രണ്ട് ടൈപ്പ് ന്യൂട്രീഷനും ഇവരിലുണ്ട്. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ഉണ്ട്, ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ഉണ്ട്. സോ അങ്ങനെ രണ്ട് ടൈപ്പ് ന്യൂട്രീഷനും ഒരു ഓർഗാനിസത്തിന്റെ പ്രസന്റ് ആണെങ്കിൽ നമ്മൾ അതിന്റെ പേര് പറയും മിക്സോട്രോഫിക് ന്യൂട്രീഷൻ. ഓട്ടോട്രോഫിക്കും ഹെറ്ററോട്രോഫിക്കും കൂടി ചേർന്നത് അതാണ് കേട്ടോ മിക്സോട്രോഫിക് എന്ന് പറയുന്നത്. രണ്ടും ഉണ്ട്. അതായത് സൺലൈറ്റ് അവൈലബിൾ ആണെങ്കിൽ, സൺലൈറ്റ് കിട്ടാതെ എങ്ങനെയായിരിക്കും? ഓട്ടോട്രോഫിക് ആയിരിക്കും. നമുക്ക് ഫോട്ടോസിന്തസിസ് ആണ്. When the sunlight is available, they will absorb the sunlight and perform photosynthesis. So അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് അവരുടെ സ്ട്രക്ചറിൽ ഗ്രീൻ കളറുടെ സ്ട്രക്ചർ ആയിട്ട് അവരുടെ ക്ലോറോപ്ലാസ്റ്റ് പ്രസന്റ് ആണ് അവരുടെ സെല്ലില്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഫോട്ടോസിന്തസിസ് നടത്താനായിട്ട് പറ്റും. സോ സൺലൈറ്റ് നമുക്കറിയാലേ, ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ എന്ത് വേണം? സൺലൈറ്റ് വേണം. സൺലൈറ്റിന്റെ പ്രസൻസിൽ ഇവരെന്ത് ചെയ്യും? ഇവര് ഓട്ടോട്രോഫിക് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് അവർ ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഇനി സൺലൈറ്റ് ഇല്ല, സൺലൈറ്റിന്റെ ആബ്സെൻസിൽ അവരെന്ത് ചെയ്യും? അവര് ഹെറ്ററോട്രോഫിക് ആയിട്ട് ആക്ട് ചെയ്യും. സൺലൈറ്റിന്റെ ആബ്സെൻസിൽ അവര് ഹെറ്ററോട്രോഫിക് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് സൺലൈറ്റ് ഇല്ല, സൺലൈറ്റ് ഇല്ലെങ്കിൽ അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവര് മെയിൻലി ന്യൂട്രീഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഒന്നുകിൽ അവര് പാരസൈറ്റ് ആയിട്ട് വേറെ ഏതെങ്കിലും ഓർഗാനിസത്തിലെ പാരസൈറ്റ് ആയിട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓർഗാനിസത്തിലേക്ക് പിടിച്ച് തിന്നായിട്ട് നമ്മൾ പ്രിഡേറ്റർ എന്ന് പറയും. പ്രിഡേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും, പാരസൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെയൊക്കെയാണ് അവരവരുടെ ന്യൂട്രീഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇത്ര ഓർത്ത് വെക്കാം, രണ്ട് ടൈപ്പ് ന്യൂട്രീഷൻ അവിടെ നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഏതൊക്കെയാണ്? ഓട്ടോട്രോഫിക് ന്യൂട്രീഷനും ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനും അവിടെ നടക്കുന്നുണ്ട്. സോ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് വഴി അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യും. എപ്പോഴാണ്? സൺലൈറ്റ് അവൈലബിൾ ആയിട്ടിരിക്കുമ്പോൾ ഫോട്ടോസിന്തസിസ് വഴി അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഇനി സൺലൈറ്റ് ഇല്ല, സൺലൈറ്റിന്റെ പ്രസൻസ് ഇല്ല, സൺലൈറ്റ് ഇല്ലെങ്കിൽ അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരെങ്ങനെയായിരിക്കും? അവര് ഹെറ്ററോട്രോഫിക് ആയിട്ട് ആക്ട് ചെയ്യും. അവര് വേറെ ഏതെങ്കിലും ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യും ഫുഡിന് വേണ്ടിയിട്ട്. ഒന്നുകിൽ അവര് പാരസൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യാം, അല്ലെങ്കിൽ അവര് പ്രിഡേറ്റർ ആയിട്ട്. കേട്ടിട്ടുണ്ടോ പ്രിഡേറ്റർ എന്നുള്ള വാക്ക്? പ്രിഡേറ്റർ കേട്ടിട്ടുണ്ടോ? പ്രിഡേറ്റർ
Yes, ma'am. നമ്മൾ പറയല്ലേ പ്രിഡേറ്റർ ആൻഡ് പ്രേ. ഒരു പ്രേനെ ഒരു ടൈഗർ, ഡിയർ, ടൈഗർ അവിടെ പ്രിഡേറ്റർ ആണ്, ഡിയറിനെ പിടിച്ച് തിന്നും, ഡിയർ ആണ് അവിടുത്തെ പ്രേ. അപ്പൊ ഇവര് പ്രിഡേറ്റർ ആയിട്ട് ഏതെങ്കിലും ചെറിയ ചെറിയ ഏതെങ്കിലും ഓർഗാനിസത്തിനെയൊക്കെ പിടിച്ച് ഇവര് കഴിക്കും. അതാണ് പ്രിഡേറ്ററും പ്രേയും നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവരുടെ മിക്സോട്രോഫിക് ന്യൂട്രീഷൻ ആണ്. സൺലൈറ്റിന്റെ പ്രസൻസിൽ ഓട്ടോട്രോഫിക് ആയിരിക്കും, സൺലൈറ്റിന്റെ ആബ്സെൻസിൽ ഹെറ്ററോട്രോഫിക് ആയിരിക്കും. അപ്പൊ രണ്ടും ഉള്ളതുകൊണ്ട് നമ്മൾ എന്തെന്ന് പറയും? മിക്സോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയും. ഓക്കെ, ഓക്കെ. ഇപ്പൊ നമ്മൾ യൂഗ്ലിനോയിഡ്സ് പറഞ്ഞു, യൂഗ്ലിനോയിഡ്സിന്റെ ക്യാരക്ടേഴ്സ് പറഞ്ഞു. മിക്സോട്രോഫിക് ന്യൂട്രീഷൻ ആണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. അത്രയേ ഉള്ളൂ യൂഗ്ലിനോയിഡ്സിന്. നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ലൈമോൾസ് ആണ്. സ്ലൈമോൾസിന്റെ ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ സ്ലൈമോൾസ് നിങ്ങൾക്ക് ഫിഗർ കാണാലോ അല്ലേ? Yes, miss. നിങ്ങൾക്ക് ഫിഗർ കാണാൻ പറ്റുന്നില്ലേ? Yes, miss. ഓക്കെ, സൗണ്ട് ക്ലിയർ ആണോ? Yes. Yes. Yes, ma'am. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് സ്ലൈമോൾസ് മെയിൻ ആയിട്ടും സാപ്രോഫൈറ്റിക് ആണ് കേട്ടോ. അതായത് സാപ്രോഫൈറ്റിക് എന്ന് വെച്ചാൽ എന്താന്ന് നമ്മൾ പറഞ്ഞത് എവിടെയാ കാണുന്നത്? സാപ്രോഫൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താന്ന് നമ്മൾ പറഞ്ഞത്? Organisms obtain food from dead and decay or ഡെഡ് ആൻഡ് ഡീക്കേയിങ്. ഓക്കെ ഓക്കെ, ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ. അതായത് പ്ലാന്റ് ആയാലും ആനിമൽ ആയാലും ഒക്കെ ഡെഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ന്യൂട്രീഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ സ്ലൈമോൾസ് സാപ്രോഫൈറ്റ്സ് ആണ്. സ്ലൈമോൾസ് സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് സ്ലൈമോൾസ്. ഇവരുടെ അപ്പൊ നമ്മൾ പറഞ്ഞു ഡെഡ് ആൻഡ് ഡീക്കേയിങ്. ഇപ്പൊ ഒരു ട്രീ ഒക്കെ വീണ് കഴിഞ്ഞാൽ, ഒരു മരമൊക്കെ വീണ് കഴിഞ്ഞാൽ അത് ഡെഡ് ആയില്ല, അത് വീണു. അതിന്റെ പുറത്തൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഗ്രോ ചെയ്യുന്നവരാണ് സ്ലൈമോൾസ്. നമ്മുടെ ഈ ഒരു ഫിഗറിൽ നോക്കിയാൽ കാണാം, ആ ഒരു യെല്ലോയിഷ് കളറിൽ നിങ്ങൾ കാണണ്ടല്ലോ, അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഗ്രോ ചെയ്യാം. ആ താഴെ കാണിച്ചിരിക്കുന്ന യെല്ലോ കളറിലുള്ളത് അത് സ്പ്രെഡ് ചെയ്ത് ഗ്രോ ചെയ്യുന്നതാണ്. അതിന് നമ്മളൊരു പേര് പറയും പ്ലാസ്മോഡിയം. സോ പ്ലാസ്മോഡിയം എന്താണ്? ഫേവറബിൾ കണ്ടീഷൻസിൽ സ്ലൈമോൾസിന് ഫേവറബിൾ കണ്ടീഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? സ്ലൈമോൾസിന് പറ്റുന്ന കണ്ടീഷൻസ് ഒക്കെ കിട്ടുക. അതായത് അതിന് ആവശ്യത്തിനുള്ള ടെമ്പറേച്ചർ കിട്ടുക, ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് കിട്ടുക, അങ്ങനെ അതിന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ സ്ലൈമോൾസ് ഫോം ചെയ്യുന്ന സ്ട്രക്ചറിന്റെ പേരാണ് പ്ലാസ്മോഡിയം. അപ്പൊ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ ഡെഡ് ഓർഗാനിസം, അത് ട്രീ ആവാം, ആനിമൽ ആവാം, എവിടെയെങ്കിലും ഡെഡ് ഓർഗാനിസത്തിന്റെ സർഫസിൽ അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഗ്രോ ചെയ്യും. അതിനാണ് നമ്മൾ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. ആ യെല്ലോ കളറിൽ കാണുന്നത് പ്ലാസ്മോഡിയം ആണ്. ഓക്കെ, സോ പ്ലാസ്മോഡിയം എന്താണ്? ഫേവറബിൾ കണ്ടീഷൻസ് വരുന്ന ടൈമില്, ഓക്കെ, under favorable conditions the slimoles forms a structure called plasmodium. ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ സ്ലൈമോൾസ് ഫോം ചെയ്യുന്ന സ്ട്രക്ചറിന്റെ പേരാണ് പ്ലാസ്മോഡിയം. ഓക്കെ, ഫേവറബിൾ കണ്ടീഷനിൽ സ്ലൈമോൾഡ് ഫോം ചെയ്യുന്ന സ്ട്രക്ചറിന്റെ പേരാണ് പ്ലാസ്മോഡിയം. ഫേവറബിൾ എന്ന് പറഞ്ഞു. അൺഫേവറബിൾ ആയിരിക്കുമ്പോൾ, അതായത് അവർക്ക് അനുകൂലമായിട്ടുള്ള സിറ്റുവേഷൻസ് അല്ല, ഒന്നുകിൽ അവരുടെ ടെമ്പറേച്ചർ കൂടുതലാവാം, അല്ലെങ്കിൽ ആവശ്യത്തിന് ന്യൂട്രിയൻസ് കിട്ടാതെ വരാം. സോ അൺഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ്. നിങ്ങൾ മുകളിൽ കാണുന്നുണ്ടോ ചെറിയ ചെറിയ ബൾബ് പോലത്തെ സ്ട്രക്ചേഴ്സ്? Yes, miss. ഓക്കെ,
ഓക്കെ, ആ ചെറിയ ബൾബ് പോലത്തെ സ്ട്രക്ചേഴ്സ് ആണ് അവര് അൺഫേവറബിൾ കണ്ടീഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അൺഫേവറബിൾ കണ്ടീഷനിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ചെറിയ ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്രൂട്ടിംഗ് ബോഡീസ്. ഫ്രൂട്ടിംഗ് ബോഡീസ്. സോ ഫേവറബിൾ കണ്ടീഷൻസിൽ അവരിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒരു വാസ്റ്റ് ഏരിയയിൽ സ്പ്രെഡ് ചെയ്ത് ഗ്രോ ചെയ്യും. അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? അതിന് പറയുന്ന പേര് പ്ലാസ്മോഡിയം എന്നാണ്. അൺഫേവറബിൾ കണ്ടീഷൻസിൽ അവർ ഫോം ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഫ്രൂട്ടിംഗ് ബോഡീസ്. അപ്പൊ നിങ്ങൾ ഈ ഫ്രൂട്ടിംഗ് ബോഡീസ് നോക്കിയാൽ ഇങ്ങനെ നമ്മള് ബൾബ് പോലത്തെ സ്ട്രക്ചർ ആണ് പറഞ്ഞത് അല്ലെ. ഇങ്ങനെയാണ് ഫ്രൂട്ടിംഗ് ബോഡീസ് ഉണ്ടാവുക. ഇങ്ങനത്തെ റൗണ്ട് ബൾബ് പോലെ ഇരിക്കുന്ന സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഫ്രൂട്ടിംഗ് ബോഡീസ്. ഈ ഫ്രൂട്ടിംഗ് ബോഡീസിന്റെ ഉള്ളില് സ്പോർസ് പ്രസന്റ് ആയിരിക്കും. ഫ്രൂട്ടിംഗ് ബോഡീസിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? സ്പോർസ് പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ഫ്രൂട്ടിംഗ് ബോഡീസിന്റെ ഉള്ളില് സ്പോർസ് പ്രസന്റ് ആയിരിക്കും. ഈ സ്പോർസ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അൺഫേവറബിൾ കണ്ടീഷൻ ആണ് അല്ലെ. ആ സമയത്താണ് ഫ്രൂട്ടിംഗ് ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്പോർസ് ഇതിന്റെ ഉള്ളിലിരിക്കും. കുറച്ച് മെച്യൂർ ആയി കഴിയുമ്പോൾ ഈ സ്പോർസ് ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് റിലീസ് ആവും. മെച്യൂർ ആയി കഴിയുമ്പോൾ സ്പോർസ് ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് റിലീസ് ആവും. അത് ഏതെങ്കിലും ഒരു സർഫസിലൊക്കെ സ്പോർസ് അറ്റാച്ച് ചെയ്യും. അറ്റാച്ച് ചെയ്തിട്ട് അവിടെ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ കിട്ടുമ്പോൾ ഇത് ജെർമിനേറ്റ് ചെയ്ത് ഇവിടെ ഗ്രോ ചെയ്യും. അപ്പൊ അൺഫേവറബിൾ കണ്ടീഷനിലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എവിടെയാണ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫ്രൂട്ടിംഗ് ബോഡീസിന്റെ ഉള്ളിലാണ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഫ്രൂട്ടിംഗ് ബോഡീസിൽ നിന്ന് സ്പോർസ് റിലീസ് ചെയ്യും. മെച്യൂർ ആയി കഴിയുമ്പോൾ ഫ്രൂട്ടിംഗ് ബോഡീസിൽ നിന്ന് ഈ ഒരു സ്പോർസ് റിലീസ് ആവും. റിലീസ് ആയിട്ട് അവര് ഏതെങ്കിലും ഒരു സർഫസുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അവിടെ കണ്ടീഷൻസ് ഒക്കെ അനുകൂലമാണെങ്കിൽ അവര് എന്ത് ഫോം ചെയ്യും? പുതിയ സ്ലൈം ബോൾസ് അവിടെ ഫോം ചെയ്യും. ഇനി സ്പോർട്സിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇനി സ്പോർട്സ് വീഴുന്നത് അത്ര ഫേവറബിൾ അല്ലാത്ത സ്ഥലത്തേക്കാന്ന് വെച്ചോ, അത്ര ഫേവറബിൾ കണ്ടീഷൻസ് അല്ല, അൺഫേവറബിൾ ആണ് അവിടെ സിറ്റുവേഷൻസ് എങ്കിൽ വർഷങ്ങളോളം ഇങ്ങനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി സ്പോർട്സിനുണ്ട്. അതായത് സ്പോർട്സിന്റെ സെൽ വോൾ എന്ന് പറയുന്നത്, അവരുടെ വോൾസ് എന്ന് പറയുന്നത് വളരെയധികം ഹാർഡ് ആയിട്ടുള്ള ഒരു വോൾ ആയിരിക്കും സ്പോർട്സിന് ഉണ്ടാവും. സ്പോർട്സ് ഫ്രൂട്ടിംഗ് ബോഡീസിന്റെ ഉള്ളിൽ നിന്ന് സ്പോർട്സ് റിലീസ് ചെയ്യും. റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്പോർട്സിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര റെസിസ്റ്റന്റ് ആണ്. സ്പോർട്സ് ആർ റെസിസ്റ്റന്റ്. അതായത് അവർക്ക് ചുറ്റും ഹാർഡ് ആയിട്ടുള്ള ഒരു വാളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഒരുവിധം കണ്ടീഷൻസിനെയൊക്കെ അവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അവരെങ്ങനെയായിരിക്കും? റെസിസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് അഡ്വേഴ്സ് കണ്ടീഷനിലൊക്കെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. മോശം സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ടെമ്പറേച്ചർ കൂടി, അല്ലെങ്കിൽ ഭയങ്കര കോൾഡ് ടെമ്പറേച്ചർ ആണ്, എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള അഡ്വേഴ്സ് കണ്ടീഷൻസ് നമ്മൾ പറയും. അഡ്വേഴ്സ് മോശമായിട്ടുള്ള സിറ്റുവേഷൻസ്. സോ അഡ്വേഴ്സ് കണ്ടീഷൻസിലൊക്കെ ചെയ്യാൻ പറ്റും? എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ റെസിസ്റ്റന്റ് ആണ്, സ്പോർട്സ് റെസിസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ അതിന് അഡ്വേഴ്സ് കണ്ടീഷനിലൊക്കെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് സ്പോർട്സിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ എന്ത് ചെയ്യും? ഇത് ഫ്രൂട്ടിംഗ് ബോഡീസിന്റെ ഉള്ളിൽ ഈ സ്പോർട്സ് ഇങ്ങനെ ഇരിക്കും. ഫ്രൂട്ടിംഗ് ബോഡിയുടെ ഉള്ളിലാണ് നമ്മൾ കാണുന്ന ബൾബ് പോലത്തെ ഉള്ളിൽ ഇരിക്കും. അവിടെ നിന്ന് റിലീസ് ചെയ്യും. റിലീസ് ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ സർഫസിലൊക്കെ ഇരിക്കും. കുറെ നാള് അതിന് അങ്ങനെ ഇയേഴ്സ് തന്നെ അങ്ങനെ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് പറയുന്നത്. അതിനാവശ്യമുള്ള സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മാത്രം അത് അവിടുന്ന് ജെർമിനേറ്റ് ചെയ്ത് പുതിയ സ്ലൈം മോൾഡ് ആയിട്ട് ഫോം ചെയ്യും. ഇത്രയാണ് നമുക്ക് സ്ലൈം മോൾഡ്സിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഓർത്തുവെക്കേണ്ട കാര്യം, അവിടെ ഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ എന്ത് ഫോം ചെയ്യും? ഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ ഈ യെല്ലോ കളറുടെ സ്ട്രക്ചർ ഫോം ചെയ്യും. അതിന് നമ്മൾ പറയുന്ന പേരാണ് മൈസീലിയം. മൈസീലിയം അല്ല, പ്ലാസ്മോഡിയം. യെല്ലോ കളർ സ്ട്രക്ചർ ഫോം ചെയ്യും. അതാണ് പ്ലാസ്മോഡിയം. ദെൻ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ അതവിടെ ഫോം ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ഈ ഒരു സ്ട്രക്ചർ, ദാറ്റ് ഈസ് ഫ്രൂട്ടിംഗ്.
ആ രണ്ട് ടേംസ് ഓർത്ത് വെക്കാം കേട്ടോ. ഫ്രൂട്ടിംഗ് ബോഡീസിന്റെ ഉള്ളിലാണ് സ്പോർസ് പ്രസന്റ് ആയിട്ടുള്ളത്. സ്പോർസ് ഒരു സർഫസുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അവിടെ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ ഈ സ്പോർസ് എന്ത് ചെയ്യും? ജെർമിനേറ്റ് ചെയ്ത് ജെർമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ സീഡ് മുളയ്ക്കുന്ന പോലെ ഇത് മുളച്ചു വരാം. ഇത് ജെർമിനേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു പുതിയ സ്ലൈം മോൾഡ് ഫോം ചെയ്യും. ഇത്രയാണ് നമുക്ക് സ്ലൈം മോൾഡ്സിനെ ഡിസ്കസ് ചെയ്യാനായിട്ട്. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? സ്ലൈം മോൾഡ്സ് ക്ലിയർ ആണോ? Yes, miss. Yes, yes. Yes, ma'am. ഓക്കെ ഓക്കെ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോട്ടോസോവൻസ് ആണ്. നമ്മുടെ ലാസ്റ്റ് ഗ്രൂപ്പ്, പ്രോട്ടീസിയയുടെ ലാസ്റ്റ് ഗ്രൂപ്പാണ് പ്രോട്ടോസോവൻസ്. പ്രോട്ടോസോവൻസ്. സോ പ്രോട്ടോസോവൻസ് നമ്മൾ 4 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോട്ടോസോവൻസിന്റെ ആദ്യത്തെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ അവർ ഹെറ്ററോട്രോഫ്സ് ആണ്. വേറെ അധികം ഡീറ്റെയിൽസ് ഒന്നും ക്യാരക്ടറിൽ നമ്മൾ പറയുന്നില്ല, ഡിവിഷൻസ് ആണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അവർ ഹെറ്ററോട്രോഫ്സ് ആണ്. ഇനി അവരുടെ 4 ഗ്രൂപ്പാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ 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 ഓക്കെ, ഇപ്പൊ ഓക്കെ ആയില്ലേ? Yes. Yes, yes. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ 4 ഗ്രൂപ്പ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലായിരുന്നോ? ഞാൻ 4 ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? ആ സമയത്ത് മ്യൂട്ട് ആയിരുന്നോ? Yes, yes. ഓക്കെ ഓക്കെ. സോ 4 ഗ്രൂപ്പ്സ് ഉണ്ട്. പ്രോട്ടോസോവൻസ് എന്ന് പറഞ്ഞാൽ ഹെറ്ററോട്രോഫ്സ് ആണ്. അവർക്ക് ഫുഡൊന്നും സ്വയം പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, ഹെറ്ററോട്രോഫ്സ് ആണ്. ദെൻ 4 ഗ്രൂപ്പ്സ് ഉണ്ട്. അമീബോയിഡ് പ്രോട്ടോസോവൻസ്, ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻ, സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് ആൻഡ് സ്പോറോസോവൻസ്. ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പ് നോക്കാം, അമീബോയിഡ് പ്രോട്ടോസോവൻസ്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അമീബ. അമീബ ഇതിന്റെ കൂടെ മൂവ് ചെയ്യുന്നത് അമീബ ഇതിന്റെ ഹെൽപ്പോടെ മൂവ് ചെയ്യുന്നത് ഏത് സ്ട്രക്ചറിന്റെ ഹെൽപ്പോടെ അമീബ മൂവ് ചെയ്യുന്നത്? Pseudopodia. സ്യൂഡോപോഡിയ. ഓക്കെ, അമീബ മൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെ അമീബ ഫുഡ് എടുക്കുന്നതും ഒക്കെ, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് എടുക്കുന്നതും ഒക്കെ ഈ ഒരു സ്ട്രക്ചറിന്റെ ഹെൽപ്പോടെയാണ്. ആ സ്ട്രക്ചറിന്റെ പേരാണ് സ്യൂഡോപോഡിയ. ഓക്കെ, സോ സ്യൂഡോപോഡിയയുടെ ഹെൽപ്പോടെ മൂവ് ചെയ്യുന്ന പ്രോട്ടോസോവൻസ് അവരെയാണ്, അതായത് അമീബ സ്യൂഡോപോഡിയയുടെ ഹെൽപ്പോടെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ സ്യൂഡോപോഡിയയുടെ ഹെൽപ്പോടെ മൂവ് ചെയ്യുന്ന പ്രോട്ടോസോവൻസ് ആണ് ഈ ഒരു ഗ്രൂപ്പിൽ വരുന്നത്. ദാറ്റ് ഈസ് അമീബോയിഡ് പ്രോട്ടോസോവൻ. സോ അവര് മൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെ അവര് ഫുഡ് എടുക്കുന്നത്, മെയിൻ ആയിട്ട് നമ്മൾ അതാണ് കേട്ടോ പറയുന്നത്, മൂവ് ചെയ്യുന്നതും ഫുഡ് കഴിക്കുന്നതും. നമുക്കറിയാം അമീബ ഈ ഒരു സ്യൂഡോപോഡിയയുടെ ഹെൽപ്പോടെയാണ് ഫുഡ്. നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ട് അമീബ ഫുഡ്, ന്യൂട്രീഷൻ ഇൻ അമീബ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടല്ലോ. അമീബ ഫുഡ് എടുക്കുന്ന പ്രോസസ്സ്, അമീബ ഫുഡ് എടുക്കുന്നത് ഈ ഒരു സ്യൂഡോപോഡിയയുടെ ഹെൽപ്പോടെയാണ് അമീബ ഫുഡ് ബോഡിയിലേക്ക് എടുക്കുന്നത്. സോ അമീബയുടെ സ്യൂഡോപോഡിയയ്ക്ക് വേറൊരു പേര് കൂടി പറയും, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫോർസിറ്റ്. സ്യൂഡോപോഡിയ ഓർ ഫോർസിറ്റ്. സോ സ്യൂഡോപോഡിയയുടെ ഹെൽപ്പോടെ മൂവ് ചെയ്യും, ഫുഡിന്റെ ഉള്ളിലേക്ക് എടുക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ഈ ഒരു ഗ്രൂപ്പിൽ വരുന്നത്. ദാറ്റ് ഈസ് അമീബോയിഡ് പ്രോട്ടോസോവൻസ്. അതിന്റെ എക്സാമ്പിൾ ആണ് അമീബ. അമീബോയിഡ് പ്രോട്ടോസോവൻസിന്റെ ഒരു എക്സാമ്പിൾ ആണ് അമീബ. വേറൊരു കാര്യമുള്ളത്, ഇവരെ നമുക്ക് പല സ്ഥലത്ത് കാണാനായിട്ട് പറ്റും. ഇവര് ഫ്രഷ് വാട്ടറിലുണ്ട്, സീ വാട്ടറിലുണ്ട്,
അതൊന്നും പോരാതെ സോയിലും പ്രസന്റ് ആണ്. ഈർപ്പമുള്ള സോയിൽ ഉണ്ടല്ലോ, മോയിസ്റ്റ് ആയിട്ടുള്ള സോയിലും ഇവര് പ്രസന്റ് ആണ്. ഫ്രഷ് വാട്ടറിലുണ്ട്, സീ വാട്ടറിലുണ്ട്, അതുപോലെ തന്നെ മോയിസ്റ്റ് സോയിലും ഇവര് പ്രസന്റ് ആണ്. മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം ഇതാണ്, അമീബോയിഡ് പ്രോട്ടോസോവൻസിൽ സ്യൂഡോപോഡിയയുടെ ഹെൽപ്പോടെയാണ് മൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫുഡ് അവർ ക്യാപ്ചർ ചെയ്യുന്നതും ഫുഡ് ക്യാപ്ചറിങ് ഒക്കെ നടക്കുന്നത് ഈ ഒരു സ്യൂഡോപോഡിയയുടെ ഹെൽപ്പോടെയാണ്. മറൈൻ ആയിട്ടുള്ളവർക്ക് ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, സീ വാട്ടറിലുണ്ട്, ഫ്രഷ് വാട്ടറിലുണ്ട്, സോയിലുണ്ട്. മറൈൻ ആയിട്ടുള്ളവർക്ക് മറൈൻ ആയിട്ടുള്ള പ്രോട്ടോസോവൻസിന് അവരുടെ ബോഡിയെ കവർ ചെയ്തുകൊണ്ട് ഒരു ഷെല്ലുണ്ട്. സിലിക്ക വെച്ചിട്ട് ഫോം ചെയ്തിട്ടുള്ള ഷെല്ലുണ്ട്. മറൈൻ ആയിട്ടുള്ളവർക്ക് അവരുടെ ബോഡിയെ കവർ ചെയ്തുകൊണ്ട് സിലിക്ക വെച്ച് ഫോം ചെയ്തിട്ടുള്ള, സിലിക്ക എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഹാർഡ് ആയിട്ടുള്ള ഷെല്ലായിരിക്കും. അപ്പൊ അങ്ങനെ സിലിക്ക വെച്ച് കവർ ചെയ്തിട്ടുള്ള ഒരു ഷെല്ല് അവരുടെ ബോഡിയിൽ പ്രസന്റ് ആണ്. സോ മറൈൻ ഫോംസിലാണ് ഈ ഒരു സിലിക്ക ഷെല്ല് നമ്മൾ മെയിൻലി കാണുന്നത്. ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ചിലര് ഈ ഒരു ഗ്രൂപ്പിൽ അമീബോയിഡ് പ്രോട്ടോസോവൻസിൽ ചിലര് എന്തായിരിക്കും, പാരസൈറ്റ്സ് ആയിരിക്കും. എല്ലാവരും പാരസൈറ്റ്സ് അല്ല, എല്ലാവരും ഹെറ്ററോട്രോഫിക് ആണെന്ന് നമ്മൾ പറഞ്ഞു. ചിലപ്പോ പ്രിഡേറ്റർ ആയിട്ട് ഇരയെ പിടിച്ച് പ്രേനെ പിടിച്ചിട്ട് കഴിക്കുന്നവരുണ്ട്. അതല്ലാതെ ചിലരെങ്ങനെയാണ്, പാരസൈറ്റ് ആണ്. പാരസൈറ്റ് എന്താന്ന് നമുക്കറിയാം അല്ലെ, ഏതെങ്കിലും ഒരു ലിവിങ് ഓർഗാനിസം പ്ലാന്റിന്റെയോ ആനിമലിന്റെയോ ബോഡിയിൽ ഇരുന്നിട്ട് അതിൽ നിന്ന് ന്യൂട്രീഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നവരാണ് പാരസൈറ്റ്സ്. സോ പാരസൈറ്റിന് ഒരു എക്സാമ്പിൾ ആണ് എൻഡമീബ. അമീബോയിഡ് പ്രോട്ടോസോവൻസിലെ പാരസൈറ്റ് ആയിട്ടുള്ള ആൾക്കൊരു എക്സാമ്പിൾ ആണ്, ദാറ്റ് ഈസ് എൻഡമീബ. ഓക്കെ, സോ ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെക്കാം കേട്ടോ. അമീബോയിഡ് പ്രോട്ടോസോവൻസ് എവിടെയാണ് കാണുന്നത്? ഫ്രഷ് വാട്ടറിലുണ്ട്, മറൈൻ വാട്ടറിലുണ്ട്, അതുപോലെ തന്നെ മോയിസ്റ്റ് സോയിലും പ്രസന്റ് ആണ്. ദെൻ സ്യൂഡോപോഡിയയുടെ ഹെൽപ്പോടെ സ്യൂഡോപോഡിയ പ്രസന്റ് ആയിട്ടുള്ളവരാണ്. സ്യൂഡോപോഡിയക്ക് വേറൊരു പേര് കൂടി പറയും, ഫോൾസ് ഫീറ്റ്. സ്യൂഡോപോഡിയയുടെ ഹെൽപ്പോടെ ഫുഡ് കഴിക്കുകയും അതുപോലെ തന്നെ മൂവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരാണ് ഈ ഒരു ഗ്രൂപ്പിൽ വരുന്നത്. എക്സാമ്പിൾ ഒന്ന് അമീബയാണ്. പാരസൈറ്റ് ആയിട്ടുള്ള അമീബോയിഡ് പ്രോട്ടോസോവൻ എക്സാമ്പിൾ എൻഡമീബയാണ്. മറൈൻ ഫോംസിന് എന്തുണ്ടാവും, അവരുടെ ബോഡിയെ കവർ ചെയ്തുകൊണ്ട് സിലിക്ക ഷെൽസ് പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ഡൗട്ട് ഉണ്ടോ അമീബോയിഡ് പ്രോട്ടോസോവൻസ്? ഓക്കെ, സെക്കൻഡ് വൺ ആണ് ഫ്ലാജെലേറ്റഡ് പ്രോട്ടോസോവൻസ്. ഓക്കെ, ഫ്ലാജെലേറ്റഡ് പ്രോട്ടോസോവൻസ്. അപ്പൊ ഇവരുടെ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, ഫ്ലജെല്ല പ്രസന്റ് ആണ്. പേരിൽ തന്നെ നമുക്കറിയാം അല്ലെ, ഫ്ലജെല്ല പ്രസന്റ് ആണ്. ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കാം കേട്ടോ. അമീബോയിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അമീബയായിട്ട് കണക്ട് ചെയ്യാം. അമീബയ്ക്ക് എന്തുണ്ട്, സ്യൂഡോപോഡിയ ഉണ്ട്. അപ്പൊ സ്യൂഡോപോഡിയ ഉള്ളവരാണ് അമീബോയിഡ് പ്രോട്ടോസോവൻസിൽ വന്നത്. ഫ്ലജെല്ല പ്രസന്റ് ആയിട്ടുള്ളവരാണ് ഫ്ലജെലേറ്റഡ് പ്രോട്ടോസോവൻസിൽ വന്നത്. ഫ്ലജെല്ല ഇവിടെ നോക്കുക, നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ കാണാം. ഇവിടെ ഈ ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയിൽ ഫ്ലജെല്ല പ്രസന്റ് ആണ്. അതിന്റെ ഇങ്ങനെ ഒരു ടെയില് പോലെ ഒരു പാർട്ട് കാണാലോ, ബാങ്കിന്റെ ടെയില് പോലെ, അതാണ് അതിന്റെ ഫ്ലജെല്ല. സോ ഫ്ലജെല്ല പ്രസന്റ് ആയിട്ടുള്ളവരെയാണ് നമ്മുടെ ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവന് എക്സാമ്പിൾ ആണ് ട്രിപ്പാനോസോമ. ഓക്കെ, എക്സാമ്പിൾ ആണ് ട്രിപ്പാനോസോമ. സോ ട്രിപ്പാനോസോമ എന്ന് പറയുന്നത് സ്ലീപ്പിംഗ് സിക്നസ്, ആ ഒരു ഡിസീസ് കോസ് ചെയ്യുന്ന പ്രോട്ടോസോവൻ ആണ് ട്രിപ്പാനോസോമ. സ്ലീപ്പിംഗ് സിക്നസ്. അതായത് ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോട്ടോസോവൻ നമ്മുടെ ബോഡിയിലേക്ക് കയറി കഴിയുമ്പോൾ ആദ്യം ഉണ്ടാവുന്ന സംഭവങ്ങളാണ് ഈ സ്ലീപ്പിംഗ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. സ്ലീപ്പ്
ഒക്കെ പ്രോപ്പർ അല്ലാതെ വരിക, സ്ലീപ്പിംഗ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. പതുക്കെ പതുക്കെ അത് നമ്മുടെ ബ്രെയിനിനെ വരെ അഫക്ട് ചെയ്യും. ബ്രെയിനിനെ വരെ അഫക്ട് ചെയ്തിട്ട് അത് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ ഒരു സ്ലീപ്പിംഗ് സിക്നസ് നമ്മുടെ ബ്രെയിനിനെ ഒക്കെ അഫക്ട് ചെയ്ത് ഡെത്ത് വരെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. Trypanosoma, it is the protozoan. അതെങ്ങനത്തെ പ്രോട്ടോസോവൻ ആണ്? ഫ്ലാജെല്ലേറ്റഡ് പ്രോട്ടോസോവൻ ആണ്. It will cause sleeping sickness. Sleeping sickness ആണ് അത് കോസ് ചെയ്യുന്ന ഡിസീസ്. ഇനി ഈ സ്ലീപ്പിംഗ് സിക്നസ്സിന് പറയാനുള്ള കാര്യമാണ് സ്ലീപ്പിംഗ് സിക്നസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഈ സ്ലീപ്പിംഗ് സിക്നസിന്റെ ഓർഗാനിസം, അതായത് ഈ നമ്മുടെ ട്രിപ്പാനോസോമയെ കൊണ്ട് ക്യാരി ചെയ്ത് നടക്കുന്ന ഒരു ആളാണ് ഇതിന് നമ്മൾ വെക്ടർ വെക്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പാത്തോജനെ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന ആളെയാണ് നമ്മൾ അവിടുത്തെ വെഹിക്കിൾ ആണ് വെക്ടേഴ്സ്. ഇപ്പൊ നമ്മൾ പറയില്ലേ ചില വൈറസ്, ഡെങ്കി ഫീവറിന്റെ വൈറസിനെ മോസ്കിറ്റോ ക്യാരി ചെയ്ത് കൊണ്ടുവരും അല്ലെ, ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക്. മോസ്കിറ്റോസ് ആണ് അവിടെ വെക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. വെക്ടർ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, പാത്തോജനെ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന വെഹിക്കിൾസ് ആണ് വെക്ടേഴ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു ട്രിപ്പാനോസോമയെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന വെക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഒരു ഫ്ലൈ ആണ്, സീസി ഫ്ലൈ. നമ്മുടെ ഈച്ചയുടെ പോലെ ഇരിക്കുന്ന ഒരു ചെറിയൊരു ഫ്ലൈ ആണ് കേട്ടോ സീസി ഫ്ലൈ. ഇത് ഒരാളിൽ നിന്ന് അടുത്തൊരാളിലേക്ക് ഈ ഒരു ട്രിപ്പാനോസോമിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഈ ഒരു സീസി ഫ്ലൈ. അതെന്ത് കോസ് ചെയ്യും? സ്ലീപ്പിംഗ് സിക്നസ് കോസ് ചെയ്യുന്ന പ്രോട്ടോസോവൻ ആണ് ഫ്ലാജെല്ലേറ്റഡ് പ്രോട്ടോസോവൻ ആയിട്ടുള്ള ട്രിപ്പാനോസോമ. എക്സാമ്പിൾ ആരാണ്? അതുപോലെ അത് കോസ് ചെയ്യുന്ന ഡിസീസ് ഏതാണ്? സീസി ഫ്ലൈയുടെ കാര്യം നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഫ്ലാജെല്ലേറ്റഡിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, ma'am. No, ma'am. Then third one ആണ് ciliated protozoan. ആ ciliated protozoan സമ്മേളിക്കുന്ന ഫിഗർ ആരുടെയാണ്? താഴെയുള്ള നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ആളുകളാണ്. ഈ ഫിഗർ കാണുന്ന ഏത് ഓർഗാനിസമാ? Paramecia. Ciliated protozoans. ഇപ്പൊ എക്സാമ്പിൾ ഓർത്ത് വെക്കുക. ഈ ഫിഗർ കണ്ടത് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. എക്സാമ്പിൾ തന്നെ ആദ്യം പറഞ്ഞേക്കാം. പാരമീസിയ ആണ് എക്സാമ്പിൾ. നിങ്ങൾ പാരമീസിയത്തിന്റെ ഈ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിന്റെ ചുറ്റും ഇങ്ങനെ ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലെ, ഹെയർ പോലത്തെ സ്ട്രക്ചേഴ്സ് ഇതിന്റെ ബോഡിയുടെ ചുറ്റും ഇങ്ങനെ പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് സീലിയ. ഓക്കെ, ഇതിന്റെ ബോഡിയുടെ ചുറ്റും കാണുന്ന ചെറിയ ചെറിയ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് സീലിയ. ഇതിന്റെ ബോഡിയുടെ ചുറ്റും കാണുന്ന ചെറിയ ചെറിയ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സിന്റെ പേരാണ് സീലിയ. അപ്പൊ സീലിയ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മൂവ്മെന്റ്, അതായത് പാർട്ടിക്കിൾസ് ഒക്കെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് സീലിയ. അതായത് നമ്മുടെ ഫ്ലജെല്ല പറഞ്ഞു, ഫ്ലജെല്ല ഓർഗാനിസത്തിന് മൂവ് ചെയ്ത് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ് ബാക്കിൽ ആ ഒരു ടെയില് പോലെ കാണുന്ന ഫ്ലജെല്ല. സീലിയ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് സീലിയ. നമ്മുടെ പാരമീസിയത്തിന്റെ ചുറ്റും ഇങ്ങനെ ചെറിയ ചെറിയ സീലിയ പ്രസന്റ് ആണ്. എന്താണ് ഈ ഒരു സീലിയ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് ഫുഡ് ഇവിടെയാണ് വന്നതെന്ന് വെച്ചാൽ ഫുഡ് ഈ ഒരു ഭാഗത്താണ് ഫുഡ് വരുന്നത്. നിങ്ങൾ പ്രസന്റേഷനിൽ നോക്കുക കേട്ടോ. ഫുഡ് ഈ ഒരു ഭാഗത്താണ് വന്നതെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ഫുഡിനെ സീലിയ മൂവ് ചെയ്യും. സീലിയ ഈ ഒരു ഫുഡിനെ മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഈ ഒരു ഫുഡ് സീലിയയുടെ ഹെൽപ്പോടെ മൂവ് ചെയ്ത് ഈ ഒരു പാർട്ടിൽ ഈ ഒരു പാർട്ടി കൂടെയാണ്
ഫുഡ് ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യുന്നത്. അപ്പൊ അതാണ് സീലിയയുടെ ഫംഗ്ഷൻ. സീലിയ എന്താ ചെയ്യുന്നത്? സീലിയ എവിടെയാണോ ഫുഡ് വരുന്നത്, ഫുഡ് ഇതിന്റെ ബോഡിയുടെ ഏത് ഭാഗമാണോ ഫുഡുമായിട്ട് കോണ്ടാക്ട് വരുന്നത്, ആ ഫുഡിനെ മൂവ് ചെയ്ത് എവിടെ എത്തിക്കും? ഈ ഒരു ഓപ്പണിംഗ് പാർട്ടിൽ എത്തിക്കും. ആ ഒരു ഓപ്പണിംഗ് പാർട്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ ഇവിടെ ഒരു ഓപ്പണിംഗ് റീജിയൻ ഉണ്ട്, ഇവിടെ ഒരു ഓപ്പണിംഗ് പാർട്ട് ഉണ്ട്. ഈ ഒരു ഓപ്പണിംഗ് പാർട്ടിന് പറയുന്ന പേരാണ് ഗൾഫ്. അവരുടെ ബോഡിയിലെ ഓപ്പണിംഗ് ആണ് ഗൾഫ്. അപ്പൊ എന്താ ചെയ്യുന്നത്? സീലിയ മൂവ് ചെയ്യും. സീലിയയുടെ മൂവ്മെന്റ് കാരണം ഫുഡ് ഈ ഒരു ഗള്ളറ്റ് വഴി ഇവരുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യും. ഓക്കെ, അതാണ് സീലിയേറ്റഡ് പ്രോട്ടോസോവൻസിൽ ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ് കേട്ടോ. സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് their body is covered with cilia. ഓക്കെ, ബോഡിയിൽ എന്തുണ്ട്? സീലിയ പ്രസന്റ് ആണ്. പാരാമീസിയത്തിന്റെ ഒക്കെ കേസിൽ നമുക്ക് നോക്കിയാൽ കാണാം അവരുടെ ബോഡി ഫുള്ള് കവർ ചെയ്തുകൊണ്ട് അവിടെ സീലിയ പ്രസന്റ് ആണ്. Then cilia will help in the movement of particles. പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് സീലിയ. അപ്പൊ ഞാൻ പറഞ്ഞു ഫുഡ് ഇവരുടെ ബോഡിയുടെ ഏത് ഭാഗത്തോ, ഇപ്പൊ സപ്പോസ് ഫുഡ് ഇവിടെ വന്നതെന്ന് വെച്ചോ, ഇവിടെയാണ് ഫുഡ് വന്നത്. ഈ സീലിയയുടെ ഹെൽപ്പോടെ ഈ ഫുഡിനെ മൂവ് ചെയ്ത് കൊണ്ടുവന്ന് ഈ ഒരു ഓപ്പണിംഗ് പാർട്ടായിട്ടുള്ള ഗള്ളറ്റ് വഴി ഫുഡിനെ ഇവരുടെ ബോഡിയുടെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യും. ഓക്കെ, ഇതാണ് ഈ ഒരു സീലിയയുടെ മെയിൻ ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത്. സോ ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് സീലിയ, food enters to their body through an opening of the gullet. ഇത് വന്നാണെങ്കിൽ ചോദിക്കാട്ടോ, അവിടെ സീലിയേറ്റഡ് പ്രോട്ടോസോവൻസിൽ സീലിയ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അതുപോലെ തന്നെ പാരമീസിയ ആണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ കിട്ടും. അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫുഡ് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ബോഡിയിലുള്ള ഓപ്പണിങ്ങിന്റെ പേരാണ് ദാറ്റ് ഈസ് ഗള്ളറ്റ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? No, miss. No, miss. No, miss. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ലാസ്റ്റ് ഗ്രൂപ്പാണ് സ്പോറോസോവൻസ്. സോ സ്പോറോസോവൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം സ്പോറോസോവൻസിന്റെ എക്സാമ്പിൾ. ലാസ്റ്റ് വന്നാണ് സ്പോറോസോവൻസ്. സ്പോറോസോവൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് അവിടുത്തെ എക്സാമ്പിൾ ആണ്. എക്സാമ്പിളിന്റെ പേരാണ് പ്ലാസ്മോഡിയം. നമ്മുടെ നേരത്തെ ഒരു പ്ലാസ്മോഡിയം പറഞ്ഞിരുന്നു അല്ലെ, എവിടെയായിരുന്നു? അവിടെ ആ ഒരു സ്പ്രെഡ് ചെയ്ത് നമ്മുടെ സ്ലൈം കൊണ്ട് സ്പ്രെഡ് ചെയ്ത് ഫോം ചെയ്യുന്ന യെല്ലോ കളർഡ് സ്ട്രക്ചറിന് പറഞ്ഞ പേരും പ്ലാസ്മോഡിയം എന്നായിരുന്നു. പക്ഷെ ഇത് ആ പ്ലാസ്മോഡിയം അല്ല, ഇത് നമുക്ക് മലേറിയ കോസ് ചെയ്യുന്ന ഓർഗാനിസം. അതൊരു സ്പോറോസോവൻ ആണ്. നമുക്ക് മലേറിയ കോസ് ചെയ്യുന്ന ഓർഗാനിസം ആണ് പ്ലാസ്മോഡിയം. അപ്പൊ മലേറിയ ഒരാളുടെ ബോഡിയിൽ നിന്ന് അടുത്തൊരാളുടെ ബോഡിയിലേക്ക് മോസ്കിറ്റോസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ആ മോസ്കിറ്റോസ് ആണ് ഈ ഒരു സ്പോറോസോവൻസിന്റെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ സ്പോറോസോവൻസിന്റെ എക്സാമ്പിൾ ആണ് പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം ഏത് ഡിസീസാണ് കോസ് ചെയ്യുന്നത്? പ്ലാസ്മോഡിയം കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് മലേറിയ. പ്രോട്ടോസോവൻസിന്റെ പാർട്ടിൽ പറയുന്നത് ഒന്ന് സ്ലീപ്പിംഗ് സിക്നസ് കോസ് ചെയ്യുന്നത് ട്രിപ്പാനസോമയാണ്, സ്പ്രെഡ് ചെയ്യുന്നത് സിസി ഫ്ലൈ. സിസി ഫ്ലൈനെ മറന്നുപോയാലും കുഴപ്പമില്ല, ട്രിപ്പാനസോമെ സ്ലീപ്പിംഗ് സിക്നസ് ഓർത്ത് വെക്കാം. സ്പോറോസോവൻസ് ആയിട്ട് വരുന്ന പ്ലാസ്മോഡിയം കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് മലേറിയ. മലേറിയ ആണ് അവിടെ വരുന്ന ഡിസീസ്. സ്പോറോസോവൻസ് എന്നവർക്ക് പേര് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സൈക്കിളിൽ ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സ്റ്റേജ് ഉണ്ട്. ഇൻഫെക്ഷ്യസ് എന്ന് വെച്ചാൽ ഡിസീസ് കോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് അവരുടെ ലൈഫ് സൈക്കിളിൽ ഉണ്ട്. നോക്കിക്കേ, പ്ലാസ്മോഡിയത്തിന് നമുക്ക് മലേറിയ കോസ് ചെയ്യാൻ പറ്റും അല്ലെ. അത് അതിന്റെ ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഫോം ആണ്. ഇൻഫെക്ഷ്യസ് മീൻസ് അതിന് എന്തെങ്കിലും അസുഖം കോസ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഇൻഫെക്ഷ്യസ് എന്ന് പറയുന്നത്. സ്പോറോസോവൻസിന്റെ ലൈഫ് സൈക്കിളിൽ എന്തുണ്ടാവും? ഒരു ഇൻഫെക്ഷ്യസ് സ്പോർ ലൈഫ് സ്റ്റേജ്. സ്പോർസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. എല്ലാ ഫ്രൂട്ടിംഗ് ബോഡീസിന്റെ ഉള്ളിലൊക്കെ നമ്മൾ സ്പോർസ് പറഞ്ഞു.
അപ്പൊ സ്പോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റെസിസ്റ്റന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് സ്പോർസ് എന്ന് പറയുന്നത്. സോ ഇവരുടെ ബോഡിയിൽ എന്തുണ്ട്? സ്പോർ ലൈക്ക് സ്റ്റേറ്റ് ഇവരുടെ ബോഡിയിൽ പ്രസന്റ് ആണ്. സ്പോർസ് ഇവരുടെ ബോഡിയിൽ, ഇവരുടെ ഈ ഒരു സ്പോറോസോവൻസിൽ ഒരു അവരുടെ ലൈഫ് സൈക്കിളിലെ ഒരു സ്റ്റേജ് ആണ്. അവരുടെ ലൈഫ് സൈക്കിൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അതില് ഈ ഒരു സ്പോറ് പോലത്തെ ഒരു സ്റ്റേജ് ഉണ്ട് അവർക്ക്. അത് എങ്ങനെയായിരിക്കും? ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സ്പോറോസോവൻസ് എന്ന് പറയുന്നത്. സോ അവരുടെ ലൈഫ് സൈക്കിളിൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു സ്പോർ ലൈക്ക് സ്റ്റേജ് ഉണ്ട്. അതുകൊണ്ടാണ് സ്പോറോസോവൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുന്നത് പ്ലാസ്മോഡിയം. ഇറ്റ് ഈസ് ദ മലേറിയൽ പാരസൈറ്റ്. മലേറിയ കോസ് ചെയ്യുന്ന ഓർഗാനിസം ആണ് പ്ലാസ്മോഡിയം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രോട്ടോസോവൻസിന്റെ ഡിവിഷൻ വന്നത്. അപ്പൊ ഇതോടെ കിങ്ഡം പ്രോട്ടീസ്റ്റ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കിങ്ഡം പ്രോട്ടീസ്റ്റയില് നമ്മൾ ഏതൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? ഓക്കെ, കിങ്ഡം പ്രോട്ടീസ്റ്റ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ? ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾസ് ആൻഡ് പ്രോട്ടോസോവൻസ്. ഇതാണ് നമ്മൾ പ്രോട്ടീസ്റ്റയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ഡിസ്കസ് ചെയ്ത എന്തായിരുന്നു? ക്രൈസോഫൈറ്റ്സ് ആയിരുന്നു. ഓക്കെ, ക്രൈസോഫൈറ്റ്സ് നിങ്ങൾ ഓർക്കുന്നില്ലേ? നമ്മൾ നല്ല സോപ്പ് ബോക്സ് പോലെ, രണ്ട് അടപ്പ് പോലെ ഇങ്ങനെ ചേർത്ത് വെക്കാൻ പറ്റുന്നവരാണ് ക്രൈസോഫൈറ്റ്സ്. അതുപോലെ തന്നെ ഗോൾഡൻ ആൽഗയുടെ പേര് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഒന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ക്രൈസോഫൈറ്റ്സില് നമ്മൾ പറഞ്ഞ പേരാണ് ഡയാറ്റംസ്. ഓക്കെ, ഡയാറ്റംസ് ആണ് നമ്മൾ ഇവിടെ വീട്ടിൽ ഡിസ്കസ് ചെയ്തത്. So diatoms, they are the chief producers of ocean. Oceanile chief producers ആണ്. സിലിക്ക വെച്ചിട്ടുള്ള സെൽ വോൾ ആണ് അവർക്കുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, ഡയാറ്റോമേഷ്യസ് എർത്ത് അല്ലെ, അവര് ഫോം ചെയ്യുന്ന അവരുടെ ആ ഒരു സെൽ വോളിന്റെ റിമെയിൻസ് ആണ് ഡയാറ്റോമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. ഈ ഒരു ഡയാറ്റോമേഷ്യസ് എർത്ത് എന്തിനൊക്കെ യൂസ്, അത് ഇപ്പോഴും നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡയാറ്റോമേഷ്യസ് എർത്ത് ഏതൊക്കെ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഒന്ന്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്. Then second one, they are used for polishing. രണ്ട് പോയിന്റ് ഉള്ളൂ, പക്ഷെ എപ്പോഴും ക്വസ്റ്റ്യൻ മറ്റൊരു പാർട്ടാണ്. എന്താണ് ഡയാറ്റോമേഷ്യസ് എർത്ത് എന്ന് ചോദിക്കാറുണ്ട്. സോ ഇവരുടെ ഡെഡ് ആയി കഴിയുമ്പോൾ സെൽ വോൾ ഡെപ്പോസിറ്റ് ഫോം ചെയ്യുന്നതാണ്. ഡയാറ്റംസിന്റെ സെൽ വോൾ ഡെപ്പോസിറ്റ്സിനെയാണ് നമ്മൾ ഡയാറ്റോമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്, അതുപോലെ തന്നെ പോളിഷിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞതായിരുന്നു ഡൈനോഫ്ലജലേറ്റ്സ്. സോ ഡൈനോഫ്ലജലേറ്റ്സിന് എന്തുണ്ട്? രണ്ട് ഫ്ലജല്ല പ്രസന്റ് ആണ്. ഒരു ട്രാൻസ്വേഴ്സ് ഫ്ലജല്ല ഉണ്ട്, ഒരു ലോഞ്ചിറ്റ്യൂഡൽ ഫ്ലജല്ല ഉണ്ട്. അവരുടെ കൂട്ടത്തില് ഒരാള് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് റെഡ് ടൈഡ്. ആരാ റെഡ് ടൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഏത് ഓർഗാനിസമാ റെഡ് ടൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസത്തിന്റെ പേരെന്തായിരുന്നു? ഗോണിയോലെക്സ്. ഗോണിയോലെക്സ്. പറഞ്ഞുപോലെ കേട്ടോ, ഗോണിയോലെക്സ് ആണ് റെഡ് ടൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് യൂഗ്ലിനോയിഡ്സ് ആയിരുന്നു അല്ലെ? സോ യൂഗ്ലിനോയിഡ്സിൽ എന്തുണ്ട്? പെല്ലിക്കിളുണ്ട്. അവരുടെ ചുറ്റും കവർ ചെയ്തുകൊണ്ട് സെൽ വോൾ അല്ല ഉള്ളത്, ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ലെയർ ആണുള്ളത്. അതിന്റെ പേര് പെല്ലിക്കിൾ എന്നാണ്. പെല്ലിക്കിൾ കാരണം ഇവര് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും. സെൽ വാൾ പോലെ അത്ര ഹാർഡ് ആയിരിക്കില്ല, കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഈ ഒരു പെല്ലിക്കിൾ. ഇവർക്കും രണ്ട് ഫ്ലജല്ല ഉണ്ട്. ഒരു ഫ്ലജല്ല ലോങ് ആയിരിക്കും, ഒരു ഫ്ലജല്ല ഷോർട്ട് ആയിരിക്കും. നമ്മൾ പറഞ്ഞു രണ്ടും ഉണ്ടല്ലേ. മിക്സോട്രോഫിക് ന്യൂട്രീഷൻ ആണ്. ഫോട്ടോട്രോഫ് ആയിട്ട് ലൈറ്റ് അവൈലബിൾ ആയിട്ടുള്ളപ്പം അവർ ഫോട്ടോസിന്തസിസ് നടത്തി ഫോട്ടോട്രോഫിക് ഓട്ടോട്രോഫ്സ് ആയിട്ട് ആയിരിക്കും. ഓട്ടോട്രോഫ്സ് ആണ് എന്റെ അടുത്തും ഫോട്ടോസിന്തസിസ് നടത്തും. ഇല്ല ലൈറ്റ് ഇല്ല, ലൈറ്റ് അവൈലബിൾ അല്ലെങ്കിൽ ചോദിച്ചു. യൂഗ്ലിനോയിഡ്സില് സെൽ വാളിന്റെ കാര്യം ഒന്നുകൂടി പറയോ? പറയാം. അതായത് യൂഗ്ലിനോയിഡ്സിന്റെ സ്ട്രക്ചറിൽ അവരെ കവർ ചെയ്തുകൊണ്ട് ഈ ഒരു സ്ട്രക്ചറിൽ മുമ്പത്തെ ഫിഗർ എടുക്കാം. ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ സ്ട്രക്ചറിന്റെ ചുറ്റും, അതായത് ഇവരുടെ ബോഡിയുടെ ചുറ്റും ഇങ്ങനെ സംഭവം ഇതിന്റെ ബോഡിയെ കവർ ചെയ്തുകൊണ്ട് ഉള്ള ഈ ഒരു ഭാഗം, അതിന് പറയുന്ന പേര് പെല്ലിക്കിൾ എന്നാണ്. പെല്ലിക്കിൾ. ഇവരുടെ ബോഡിയെ കവർ ചെയ്തുകൊണ്ടുള്ള സ്ട്രക്ചറാണ് പെല്ലിക്കിൾ. നമ്മൾ സാധാരണ ഇതുവരെ
മുതൽ പറഞ്ഞ പലർക്കും അവരുടെ ബോഡീനെ കവർ ചെയ്തുകൊണ്ട് എന്തുണ്ട് സെൽ വോൾ പ്രസന്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ യൂഗ്ലിനോയിഡ്സിന്റെ കേസിൽ സെൽ വോൾ അല്ല അവിടെ ഉള്ളത്. സെൽ വോളിന് പകരമായിട്ട് അവിടെ പ്രോട്ടീൻ വെച്ച് ഫോം ചെയ്തിട്ടുള്ള ഒരു ലെയർ ആണ് അവിടെ ഉള്ളത്. അതിന് പറയുന്ന പേരാണ് പെല്ലിക്കിൾ. പെല്ലിക്കിൾ ഈസ് എ പ്രോട്ടീൻ റിച്ച് ലെയർ. പ്രോട്ടീൻ വെച്ച് ഫോം ചെയ്തിട്ടുള്ള ഒരു ലെയർ ആണ് പെല്ലിക്കിൾ. ഇനി ഈ പെല്ലിക്കിള് സെൽ വോളിന്റെ അത്രയും ഭയങ്കര ഹാർഡായിട്ടിരിക്കുന്ന ഒരു സംഭവമല്ല. സെൽ വോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അനങ്ങാൻ പറ്റാത്ത വേണം ഭയങ്കര ഹാർഡായിട്ട് അങ്ങനെയല്ല ഇരിക്കുന്നത്. പെല്ലിക്കിൾ എന്ന് പറയുന്നത് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, അതായത് ഹാർഡും ഫ്ലെക്സിബിളും തമ്മിലുള്ള ഡിഫറൻസ് അറിയാലോ. ഫ്ലെക്സിബിൾ എന്ന് വെച്ചാൽ കുറച്ചൊക്കെ, അതായത് നമ്മൾ പറഞ്ഞത് മടങ്ങുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്ലെക്സിബിൾ ആണ്, അതിന് മൂവ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഈ ഒരു പെല്ലിക്കിള്. സെൽ വോളിന്റെ അത്രയും ഒരു റിജിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ അല്ല. ഓക്കെ, ഈ പ്രോട്ടീൻ ലെയറിൽ നമ്മൾ പറയുന്ന പേരാണ് പെല്ലിക്കിൾ. ക്ലിയർ ആയോ സജിലേക്ക്? യെസ് മാം. ഓക്കെ, പിന്നെ നമ്മൾ ന്യൂട്രീഷൻ പറഞ്ഞു, മിക്സോട്രോഫിക് ന്യൂട്രീഷൻ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞതായിരുന്നു സ്ലൈം മോൾസ് ആയിരുന്നു. അപ്പൊ സ്ലൈം മോൾസ് സാപ്രോഫൈറ്റ്സ് ആണ്, ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസത്തിലാണ് ഇവര് പ്രസന്റ് ആയിട്ടുള്ളത്. ഇനി ഇവര് ഫേവറബിൾ കണ്ടീഷനിൽ ഫോം ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് യെല്ലോ കളറിൽ കാണുന്ന പ്ലാസ്മോഡിയം എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ്. ഇവരിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഗ്രോ ചെയ്യും, അതാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. അതെപ്പോഴാണ്? ഫേവറബിൾ കണ്ടീഷൻസിലാണ്. ഇനി ഇവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ അല്ല, അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആണെന്ന് വെച്ചോ. അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ ഇവര് ഫോം ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഫ്രൂട്ടിംഗ് ബോഡീസ്. ബൾബ് പോലെ ഇരിക്കുന്ന ഫ്രൂട്ടിംഗ് ബോഡീസ് ഫോം ചെയ്യും. ഫ്രൂട്ടിംഗ് ബോഡീസിന്റെ ഉള്ളിൽ ആരുണ്ടാവും? ഫ്രൂട്ടിംഗ് ബോഡീസിന്റെ ഉള്ളില് സ്പോർസ് പ്രസന്റ് ആയിരിക്കും. ഫ്രൂട്ടിംഗ് ബോഡീസിന്റെ ഉള്ളിലാണ് സ്പോർസ് ഉണ്ടാവും. കുറെ സ്പോർസ് ഉണ്ടാവും ഫ്രൂട്ടിംഗ് ബോഡീസിന്റെ ഉള്ളിൽ. ഇനി ഈ ഒരു സ്പോർസ് മെച്യൂർ ആയി കഴിയുമ്പം അവര് ഈ ഒരു ഫ്രൂട്ടിംഗ് ബോഡീസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് റിലീസ് ആവും. ഫ്രൂട്ടിംഗ് ബോഡിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് റിലീസ് ആയിട്ട് ഏതെങ്കിലും ഒക്കെ സർഫസിൽ പോയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. അവിടെ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അവർ ജെർമിനേറ്റ് ചെയ്ത് സ്ലൈം മോൾഡ് ഫോം ചെയ്യും. ഇനി ഫേവറബിൾ അല്ലെങ്കിൽ അവര് ഇയേഴ്സ് അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ ഇവര് ഭയങ്കര റെസിസ്റ്റന്റ് ആയിട്ടുള്ള സെൽ വാളാണ്, റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വാളാണ് ഈ ഒരു സ്പോർസിന് പ്രസന്റ് ആയിട്ടുള്ളത്. അവിടെ നമുക്ക് അത്രയും കാര്യങ്ങളാണ് സ്ലൈം മോൾഡിൽ പറയാനുള്ളത്. പ്ലാസ്മോഡിയം, ഫ്രൂട്ടിംഗ് ബോഡിയോ. പിന്നെ നമ്മൾ 4 ടൈപ്പ് പറഞ്ഞു: അമീബോയിഡ് പ്രോട്ടോസോവൻസ്, ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻസ്, സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് ആൻഡ് സ്പോറോസോവൻസ്. അമീബോയിഡ് പ്രോട്ടോസോവൻസ് അമീബ സ്യൂഡോപോഡിയ പ്രസന്റ് ആയിട്ടുള്ളവരാണ് അമീബോയിഡ് പ്രോട്ടോസോവൻസ്. അതിന്റെ ഒരു എക്സാമ്പിൾ അമീബിയാണ്. പിന്നെ പാരസൈറ്റ് ആയിട്ടുള്ള അമീബോയിഡ് പ്രോട്ടോസോവൻ എക്സാമ്പിൾ എൻഡമീബിയാണ്. സെക്കൻഡ് വൺ ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻസ്, ഫ്ലജെല്ല പ്രസന്റ് ആയിട്ടുള്ളവര്. ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻ എക്സാമ്പിൾ ആരായിരുന്നു? ഫ്ലജെല്ലേറ്റഡ് എക്സാമ്പിൾ Trypanosoma, ട്രിപ്പാനോസോമ എങ്ങനെ വേണമെങ്കിൽ വായിക്കാം, കുഴപ്പമില്ല. ട്രിപ്പാനോസോമയാണ്. അത് കോസ് ചെയ്യുന്ന ഡിസീസ് ഏതാ? ഏത് ഡിസീസാണ് കോസ് ചെയ്യുന്നത്? സ്ലീപ്പിംഗ് സിക്നസ്. ഓക്കെ, ട്രിപ്പാനോസോമ കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് സ്ലീപ്പിംഗ് സിക്നസ്. മൂന്നാമത് നമ്മൾ പറഞ്ഞത് സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് ആണ്. ആരായിരുന്നു സീലിയേറ്റഡ് പ്രോട്ടോസോവൻ എക്സാമ്പിള്? Paramecium. പാരമീസിയം. ഓക്കെ, അപ്പൊ സീലിയേറ്റഡ് പ്രോട്ടോസോവൻ അവരുടെ ബോഡീനെ കവർ ചെയ്തോണ്ട് ചുറ്റും സീലിയ പ്രസന്റ് ആണ്. ഈ ഒരു സീലിയ, പാരമീസിയത്തിന്റെ കേസിൽ ഈ ഒരു സീലിയ ഫുഡ് മൂവ് ചെയ്ത് ഒരു ക്യാവിറ്റി വഴി, ഒരു ഓപ്പണിംഗ് വഴിയാണ് ഫുഡ് ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യുന്നത്. ആ ഒരു ഓപ്പണിങ്ങിന് നമ്മൾ പറഞ്ഞ പേരെന്തായിരുന്നു? ദാറ്റ് വാസ് കോൾഡ് ഓപ്പണിങ്ങിന്റെ പേരെന്തായിരുന്നു? ഗല്ലറ്റ്. ഓക്കെ, ഗല്ലറ്റ് വഴിയാണ് ഉള്ളിലേക്ക്, ഈ ഒരു പാരമീസിയത്തിന്റെ ഉള്ളിലേക്ക് ഫുഡ് എൻറ്റർ ചെയ്യുന്നത്. ലാസ്റ്റ് വണ്ണാണ് സ്പോറോസോവൻസ്. സ്പോർ ലൈക്ക് ഇൻഫെക്ഷ്യസ് സ്റ്റേജ് ലൈഫ് സൈക്കിളിലുള്ളവരാണ് സ്പോറോസോവൻസ്. എക്സാമ്പിള് മലേറിയ കോസ് ചെയ്യുന്ന മലേറിയൽ പാരസൈറ്റ് ആയിട്ടുള്ള പ്ലാസ്മോഡിയമാണ് അവിടെ എക്സാമ്പിൾ വന്നത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഡൗട്ട് ഉള്ളതുണ്ടോ? ഏതെങ്കിലും ഡൗട്ട് ഉള്ളതുണ്ടോ? ഇത്രയും
വേഗം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോട്ടിസ്റ്റ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഏതെങ്കിലും ക്ലിയർ അല്ലാത്ത എല്ലാം ക്ലിയർ ആണോ? 5 ടൈപ്പും ക്ലിയർ ആണോ? Yes, miss. Yes, miss. Yes, miss. ഇനി നമ്മള് അടുത്ത കിങ്ഡത്തിലേക്ക് പോവാണ്. ഈ കിങ്ഡം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോട്ടിസ്റ്റേന്ന് ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട് കേട്ടോ. പ്രോട്ടോസോവൻസോ അതുപോലെ ഈ പറയുന്ന പെരിവിക്കലുകളിലൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. എന്നാലും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു കിങ്ഡമാണ് അടുത്ത കിങ്ഡം. ദാറ്റ് ഇസ് കിങ്ഡം സഞ്ജയ്. കിങ്ഡം സഞ്ജയ്. കിങ്ഡം സഞ്ജയ് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള കുറെ ഓർഗാനിസംസ് വരുന്ന ഒരു ഗ്രൂപ്പാണ് കിങ്ഡം സഞ്ജയ് എന്ന് പറയുന്നത്. അപ്പൊ കിങ്ഡം സഞ്ജയ് നമ്മൾ ആദ്യം നമ്മൾ ആ ഒരു ടേബിള് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അവർക്ക് എന്തില്ല ക്ലോറോഫിൽ ഇല്ല, അതുകൊണ്ട് തന്നെ അവരെ ഹെറ്ററോട്രോഫിക് എന്ന് പറയുന്നു. സഞ്ജയിലെ എന്തില്ല ക്ലോറോഫിൽ ഇല്ല, സഞ്ജയുടെ ബോഡിയില് ക്ലോറോഫിൽ ഇല്ല, അതുകൊണ്ട് തന്നെ അവർക്ക് ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യാൻ പറ്റില്ല. ക്ലോറോഫില് ഇല്ല ബോഡിയില്, അതുകൊണ്ട് ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവര് എന്താണ് ഹെറ്ററോട്രോഫിക് ആണ്. ഇനി നമ്മൾ പറയുമല്ലോ ഓർഗാനിസത്തിന്റെ സ്റ്റഡിക്ക് നമ്മൾ കൊടുത്തേക്കുന്ന പേരാണ് ബയോളജി. ബയോളജി ഇസ് എ സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗാനിസം എന്ന് പറഞ്ഞ നമ്മൾ ഫഞ്ചയുടെ സ്റ്റഡിക്ക് ഒരു സെപ്പറേറ്റ് ഒരു പേര് പറയുന്നുണ്ട്. ദ സ്റ്റഡി ഓഫ് ഫഞ്ചൈ ഈസ് കോൾഡ് മൈക്കോളജി. Study of fungi that is called mycology. Mycology. Okay, mycology is the study of fungi. നമ്മൾ എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്നവരാണ് കേട്ടോ. എവിടെ വേണമെങ്കിലും കാണാൻ പറ്റും. അതാണ് ഇവിടെ ഒരു സെന്റൻസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ദേ ആർ കോസ്മോപൊളിറ്റൻ. അതായത് എവിടെ വേണമെങ്കിലും കാണാൻ പറ്റുന്ന ഡിഫറെന്റ് സ്ഥലങ്ങളിൽ ഡിഫറെന്റ് ഹാബിറ്റാറ്റില് നമുക്ക് ഈ ഒരു ഫഞ്ചൈനെ കാണാനായിട്ട് പറ്റും. പക്ഷേ മെയിൻ ആയിട്ടും ഇവർക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ, അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ഈ ബ്രെഡിലുള്ള ആ ഒരു ബ്രെഡ് മോൾഡ്, കുറച്ച് ദിവസം ബ്രെഡ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പുറമെ ഒരു പൂപ്പല് പോലെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ, ബ്രെഡ് മോൾഡ്. അപ്പൊ ഇതൊക്കെ ഒരു ഫംഗസ് ആണ്. പിന്നെ നമ്മുടെ മഷ്റൂംസ് അതൊരു ഫംഗസ് ആണ്. അപ്പൊ നമ്മള് കഴിക്കുന്ന മഷ്റൂം മാത്രമല്ല, നമ്മുടെ ഈ പ്ലാന്റിലൊക്കെ ചില ട്രീസിന്റെ പുറത്തൊക്കെ മഷ്റൂംസ് അല്ല, ഈ ഒരു കൂണ് പോലെ സംഭവം ഉണ്ടാവുമല്ലോ ട്രീസിന്റെ മുകളിലൊക്കെ, അതൊക്കെ ഈ ഒരു ഫഞ്ചൈയിൽ പെടുന്നതാണ്. ഇവര് മെയിൻ ആയിട്ട് കാണുന്നത് വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസസിലാണ്. അതായത് വാം ആയിട്ടുള്ള പിന്നെ കുറച്ച് ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ, ഹ്യൂമിഡ് കുറച്ചൊരു മോയ്സ്ചർ ഉള്ള ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണ് ഇവരെ മെയിൻ ആയിട്ട് കാണുന്നത്. ഓക്കെ, സോ എവിടെയാണ് മെയിൻലി വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസസിലാണ് മെയിൻലി ഇവരെ കാണുന്നത്. ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും ഇവരെ ഫോം ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഡിഫറെന്റ് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയും, ഓരോ ക്ലാസ് പറഞ്ഞു കഴിയുമ്പോൾ പറയും. നമ്മുടെ ബ്രെഡ് മോൾഡ്, ബ്രെഡിലെ ഫംഗസ് ഉണ്ട്, മഷ്റൂംസ് ഉണ്ട്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. പിന്നെ പ്ലാന്റില് ഈ കാണുന്നത് ലീഫില്, ഇത് മസ്റ്റേർഡ് കടുകിന്റെ ചെടിയുടെ ലീഫാണ് കേട്ടോ. അതിലിങ്ങനെ നമ്മൾ ചില ലീഫ്സിലൊക്കെ നോക്കിയാൽ കാണാലോ ചെറിയ വൈറ്റ് സ്പോട്ടൊക്കെ, ലീഫിനൊക്കെ ഈ ഒരു ഫംഗസ് അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പല സ്ഥലങ്ങളിൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. എക്സാമ്പിൾ ഒക്കെ നമ്മൾ ഓരോ ടൈപ്പ് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇനി നമ്മുടെ ബുക്കിൽ ആദ്യം തന്നെ 3 ടൈപ്പ് 3 കിങ്ഡം ഫഞ്ചൈയിൽ വരുന്ന 3 പേരുടെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്നത്. അതായത് ഫഞ്ചൈ എങ്ങനെയായിരുന്നു? യൂക്യാരിയോട്ട് ആയിരുന്നോ പ്രോക്യാരിയോട്ട് ആയിരുന്നോ? യൂക്യാരിയോട്ട് ആണോ പ്രോക്യാരിയോട്ട് ആണോ? യൂക്യാരിയോട്ട് ആണ്. യൂക്യാരിയോട്ടിക് ആണ്. മോസ്റ്റ്ലി മൾട്ടി സെല്ലുലാർ ആണ്. മോസ്റ്റ്ലി അതായത് ഒരാൾ മാത്രമാണ് അവിടെ എക്സെപ്ഷൻ ഉള്ളൂ. ബാക്കി എല്ലാ ഫഞ്ചൈയും മൾട്ടി സെല്ലുലാർ ആണ്. യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരു ഫഞ്ചൈക്ക് എക്സാമ്പിൾ എന്താണെന്ന് അറിയോ? നിങ്ങൾ കേൾക്കുന്ന
ഒരാളാണ് യൂണിസെല്ലുലാർ ഫംഗൈക്ക് എക്സാമ്പിൾ. ആരാണ്? ബഡ്ഡിംഗ് വഴി റീപ്രൊഡ്യൂസ് ഈസ്റ്റ്. ഓക്കെ, ഈസ്റ്റ് കേട്ടോ. ഈസ്റ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ യൂണിസെല്ലുലാർ ഫംഗൈ. നമ്മൾ പറയില്ലേ ഈസ്റ്റ് ബഡ്ഡിംഗ് വഴി റീപ്രൊഡക്ഷൻ നടക്കുന്ന ഈസ്റ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ യൂണിസെല്ലുലാർ ഫംഗൈ. ഈസ്റ്റ് നമ്മൾ പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ തന്നെയാണ് നമ്മൾ ബേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വൈൻ പ്രൊഡക്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫംഗസ് ആണ് ഈസ്റ്റ്. സോ ഇറ്റ് ഈസ് എ യൂണിസെല്ലുലാർ ഫംഗൈ. ബാക്കി എല്ലാ ഫംഗൈയും ആരാണ്? അവരൊക്കെ മൾട്ടി സെല്ലുലാർ ആണ്. നമ്മുടെ ഈ ഒരു ഈസ്റ്റ് മാത്രമാണ് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഫംഗൈ വരുന്നത്. അവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ഫിഗറിൽ ഒരു പേര് കാണാം, പെൻസിലിയം. ആരാണ് പെൻസിലിയം? കേട്ടോ പെൻസിലിയം കേട്ടിട്ടുണ്ട് നിങ്ങൾ എന്തായാലും. പെൻസിലിയം നിങ്ങൾ എവിടെയാ കേട്ടേക്കുന്നത്? അത് നോക്കി നോക്കിയേ. ആന്റിബയോട്ടിക്സിൽ. പെൻസിലിയം എവിടെയാ കേട്ടേക്കുന്നത്? ഇത് പേര് കേട്ടിട്ടുണ്ടോ? പെൻസിലിയം എന്നുള്ളൊരു പേര് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും? എവിടെയാണ് കേട്ടതെന്ന് തോന്നുന്നുണ്ടോ? ആന്റിബയോട്ടിക്. ആന്റിബയോട്ടിക് നമ്മള് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്ത ആന്റിബയോട്ടിക്കിന്റെ പേരെന്തായിരുന്നു? പെൻസിലിൻ. Penicillin was the first discovered antibiotic. ആദ്യ പെൻസിലിൻ ഡിസ്കവർ ചെയ്തത്, ഫസ്റ്റ് ആന്റിബയോട്ടിക് ആയിട്ട് പെൻസിലിൻ ഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റിന്റെ പേരെന്തായിരുന്നു? ആരാണ് ഡിസ്കവർ ചെയ്തത്? ഓർക്കുന്നുണ്ടോ? അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഫസ്റ്റ് ആന്റിബയോട്ടിക് ഡിസ്കവർ ചെയ്തു. ആ ആന്റിബയോട്ടിക്കിന്റെ പേരാണ് പെൻസിലിൻ. സോ പെൻസിലിൻ ഏത് ഓർഗാനിസത്തിൽ നിന്നാണ്? ഫംഗൈ ആയിട്ടുള്ള പെൻസിലിയത്തിൽ നിന്നാണ് ഫോം ചെയ്തത് കേട്ടോ. ആന്റിബയോട്ടിക് ആയിട്ടുള്ള പെൻസിലിൻ ദാറ്റ് വാസ് ഫോംഡ് ഫ്രം പെൻസിലിയം. ഈ ഒരു ഫംഗൈ പെൻസിലിയത്തിൽ നിന്നാണ് ഈ ഒരു പെൻസിലിൻ ഫോം ചെയ്തത്. അതാണ് പെൻസിലിയത്തിന്റെ ഇമ്പോർട്ടൻസ്. പെൻസിലിയത്തിൽ നിന്നാണ് ആന്റിബയോട്ടിക് ആയിട്ടുള്ള പെൻസിലിൻ ഫോം ചെയ്തത്. ആന്റിബയോട്ടിക് എന്താണെന്നറിയോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ കഴിച്ചിട്ടുണ്ടാവില്ലേ ആന്റിബയോട്ടിക്? കഴിച്ചിട്ടില്ലേ? ഓക്കെ. ആന്റിബയോട്ടിക് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? മെയിൻലി ഇൻഫെക്ഷൻസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരുമ്പോൾ ബാക്ടീരിയയുടെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആന്റിബയോട്ടിക് യൂസ് ചെയ്യുന്നത്. അപ്പൊ സാധാരണ നമ്മള് വൈറൽ ഡിസീസസിന്, വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസസിന് അങ്ങനെ ആന്റിബയോട്ടിക് അധികം യൂസ് ചെയ്യാറില്ല. കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ബാക്ടീരിയ കോസ് ചെയ്യുന്ന ഇൻഫെക്ഷൻസിനാണ് നമ്മൾ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആന്റിബയോട്ടിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസംസ്, ചില മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ചില ലിവിങ് ഓർഗാനിസംസ്, കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നമ്മൾ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയാം കേട്ടോ. ബാക്ടീരിയ, ഫംഗൈ ഒക്കെ പോലത്തെ മൈക്രോ ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില സബ്സ്റ്റൻസസ് ആണ് ആന്റിബയോട്ടിക്സ്. ഓക്കെ, ഇവിടെ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഒന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ആന്റിബയോട്ടിക് എന്താന്ന് പറഞ്ഞെന്നുള്ളൂ. മൈക്രോ ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ് ആന്റിബയോട്ടിക്സ്. ഇവരെന്ത് ചെയ്യും? ഇവര് വേറെ ചില മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യും. വേറെ ചില മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് ആന്റിബയോട്ടിക്സ്. സോ ആന്റിബയോട്ടിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസംസ് ആയിട്ടുള്ള ബാക്ടീരിയ, ഫംഗൈ ഒക്കെ കോസ് ചെയ്യുന്ന ഡിസീസസ്, ഒക്കെ ഫോം ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ് ആന്റിബയോട്ടിക്സ്. ബാക്ടീരിയ, ഫംഗൈ ഒക്കെ ഫോം ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ് ആന്റിബയോട്ടിക്സ്. ഈ ഒരു ആന്റിബയോട്ടിക്സ് വേറെ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ അവിടെ കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ആന്റിബയോട്ടിക്സിന്റെ ഇമ്പോർട്ടൻസ് വന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഡിസ്കവേർഡ് ആന്റിബയോട്ടിക് പെൻസിലിൻ ആണ്. അത് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന? പെൻസിലിയം. അപ്പൊ നമ്മുടെ ടെക്സ്റ്റിലെ ഫസ്റ്റ് പാർട്ടിൽ പെൻസിലിയത്തിന്റെ കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത് കേട്ടോ, പെൻസിലിയത്തിന്റെ കാര്യം. മൂന്ന് ഫിഗർ ഉണ്ട് ഇവിടെ. പെൻസിലിയം ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്, മൂന്നാമത് കാണുന്നത് പക്സീലിയ. അത് പ്ലാന്റില് ഒരു ഡിസീസ് കോസ് ചെയ്യുന്ന ഫംഗൈ ആണ് പക്സീലിയ. ഈ പക്സീലിയ കോസ് ചെയ്യുന്ന ഡിസീസിന്റെ പേരാണ് വീറ്റ് റസ്റ്റ്.
വീറ്റ് പ്ലാന്റിലൊക്കെ അതിന്റെ ലീവ്സിലൊക്കെ കോസ് ചെയ്യുന്ന ഒരു ഡിസീസാണ് കേട്ടോ. പ്ലാന്റ്സിന്റെ ലീഫിനെ അഫക്ട് ചെയ്തിട്ട് ആ ഫിഗറിൽ കാണാമല്ലോ, ലീഫിൽ ഇങ്ങനെ സ്പോട്ട് ഫോം ചെയ്യും. അപ്പൊ അങ്ങനെ വീറ്റ് റസ്റ്റ് എന്ന് പറയുന്ന ഡിസീസ് കോസ് ചെയ്യുന്ന ആളാണ് പക്സീലിയ. സോ പെനിസിലിയം, ഈസ്റ്റ്, പക്സീലിയ 3 ഫംഗയെ കുറിച്ചിട്ടാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടില് പറഞ്ഞിട്ടുള്ളത് ടെക്സ്റ്റ്. ഓക്കെ, നമ്മൾ ഇവരുടെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഫംഗയുടെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഈസ്റ്റ് മാത്രം നമുക്കറിയാം യൂണിസെല്ലുലാർ ആണെന്ന് അറിയാം അല്ലെ. ഈസ്റ്റ് മാത്രം യൂണിസെല്ലുലാർ ആണ്, ബാക്കി എല്ലാവരും മൾട്ടി സെല്ലുലാർ ആണ്. ഈ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ളവരുടെ ബോഡി എങ്ങനെയായിരിക്കും? ഫിലമെന്റസ് ആയിട്ടുള്ള ഒരു ബോഡി ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇങ്ങനെ കുറെ ഫിലമെന്റ്സ് വെച്ച് ഫോം ചെയ്തിട്ടുള്ള ഒരു ബോഡി ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇങ്ങനെ കുറെ ഫിലമെന്റ്സ് വെച്ച് ഫോം ചെയ്തിട്ടുള്ള ഒരു ബോഡി ആയിരിക്കും ഫംഗിക്ക് ഉണ്ടാവുക. So filamentous ആയിരിക്കും ബോഡി. ഇവിടെ എക്സെപ്ഷൻ ഉള്ളത് ഈസ്റ്റ് ആണ്. എക്സെപ്റ്റ് ഈസ്റ്റ് all fungi are filamentous. അവരുടെ ബോഡിയിലെ കുറെ ഫിലമെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ഈ ഫിലമെന്റില് ഇവിടെ കാണുന്ന ഈ ഒരു സ്ട്രക്ചർ, ഇത് ഒരെണ്ണത്തിന് നമ്മൾ പറയുന്ന പേര്, ഒരു ഫിലമെന്റ് ഒരെണ്ണത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഇറ്റ് ഈസ് കോൾഡ് ഹൈഫി. ഫിലമെന്റ്സ് വെച്ചിട്ടാണ് ഫോം ചെയ്യുന്നതെന്നുണ്ടല്ലോ, അതില് ഒരു ഫിലമെന്റ് ഒരെണ്ണം മാത്രം എടുത്തിട്ട് അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഹൈഫി. ഈ കുറെ ഹൈഫയെ ചേർന്ന് ഫോം ചെയ്യുന്ന ഈ ഒരു നെറ്റ്വർക്ക്, ഹൈഫയുടെ ഒരു ഗ്രൂപ്പ്, ദിസ് നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ ഈസ് കോൾഡ് മൈസീലിയം. സോ നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ ഈസ് കോൾഡ് മൈസീലിയം. ഫംഗയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഫിലമെന്റസ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അതിലെ ഒരു ഫിലമെന്റ് ഒരെണ്ണത്തിനെ മാത്രമായിട്ട് നമ്മൾ എടുത്ത് പറയുന്ന പേരാണ് ഹൈഫേ. ഹൈഫയുടെ ഒരു ഗ്രൂപ്പ്, ഒരു നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ, അതിന് പറയുന്ന പേരാണ് മൈസീലിയം. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു പ്രസന്റ് ചെയ്തേക്കുന്ന ഒരു ഫിഗർ നോക്കുക. ഇവിടെ നോക്കിയാൽ കാണാം ഹൈഫേ രണ്ട് ടൈപ്പ് ഉണ്ട്. രണ്ട് ടൈപ്പ് ഹൈഫേ ഉണ്ട്. സെപ്റ്റേറ്റ് ഹൈഫേ, അസെപ്റ്റേറ്റ് ഹൈഫേ. ഇവിടെ സീനോസൈറ്റിക് നമ്മളെടുക്കുന്നത് അസെപ്റ്റേറ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ രണ്ടും നോക്കാം. ആദ്യത്തെ സെപ്റ്റേറ്റ് ഹൈഫേ, രണ്ടാമത്തെ അസെപ്റ്റേറ്റ് ഹൈഫേ. സെപ്റ്റേറ്റ്, സെപ്റ്റേറ്റ്, അസെപ്റ്റേറ്റ്. നോക്കാം ഡിഫറൻസ് എന്താണെന്ന് പറയാം. സെപ്റ്റേറ്റ് ഹൈഫേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ, ഞാൻ നേരത്തെ വരച്ചത് ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാവും. നമ്മുടെ ഹൈഫയുടെ ഒരു നെറ്റ്വർക്ക് മൈസീലിയം ഫോം ചെയ്യുമ്പോൾ അപ്പൊ ഹൈഫയില് എങ്ങനെയായിരിക്കും ഇങ്ങനെ ഡിഫറെന്റ് സെപ്റ്റംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് ഓരോ സെല്ല് പോലെ ഓരോന്നിന്റെ ഉള്ളിലും ന്യൂക്ലിയസ് ഒക്കെ പ്രസന്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും. അതാണ് സെപ്റ്റേറ്റ് ഹൈഫേ. ഓരോരോ ചേംബേഴ്സ് പോലെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോരോ ചേംബേഴ്സ് പോലെ സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്ട്രക്ചറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഇങ്ങനെ ഇവിടെ ഒരു ഡിവിഷൻ ഉണ്ട്, ഇവിടെ ഒരു ഡിവിഷൻ ഉണ്ട്. ഇങ്ങനെ സെപ്റ്റംസ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിവൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെപ്റ്റംസ്. സെപ്റ്റം വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് സെപ്റ്റേറ്റ് ഹൈഫേ. സെപ്റ്റം ഇടയിലിടയിൽ ഡിവിഷൻ വരും, അതാണ് സെപ്റ്റേറ്റ് ഹൈഫേ. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാതെ ഓരോ സെല്ല് പോലെ ഒരു ന്യൂക്ലിയസ്, ഒരു സെല്ലിന്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസ് പോലെയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അതാണ് സെപ്റ്റേറ്റ് ഹൈഫേ. ഇനി വേറെ ചില കേസിലെ അസെപ്റ്റേറ്റ് ആയിരിക്കും. അതായത് സെപ്റ്റം ഉണ്ടാവില്ല, ന്യൂക്ലിയസ് ഇങ്ങനെ ഉണ്ടാവും, പക്ഷെ അവിടെ ഡിവിഷൻ നടത്താൻ വേണ്ടിയിട്ട് അവിടെ സെപ്റ്റം പ്രസന്റ് ആയിരിക്കില്ല. There will be no septum.
Teacher. ഓക്കെ Teacher. Class. ആ ക്ലാസ്സിലൊക്കെ ലീവ് ചെയ്തോ കുറച്ച് പോർഷൻ കൂടി ആയിട്ടോ പറയാനുള്ളത് ലീവ് ചെയ്തോ കുഴപ്പമില്ല. Okay. ഓക്കെ അപ്പൊ സെപ്റ്റേറ്റ് ഹൈഫേ അസെപ്റ്റേറ്റ് ഹൈഫേ ഞാൻ ഈ ഒരു ഫിഗർ കാണിച്ച് പറയാം കേട്ടോ. ഈ ഒരു പ്രസന്റേഷൻ കാണിച്ചിട്ട് പറയാം. ഓക്കെ സോ ഫസ്റ്റ് വൺ സെപ്റ്റേറ്റ് ആണ്. ഇവിടെ സെപ്പറേഷൻ ഉണ്ട്. സെക്കൻഡ് വൺ നോക്കാം, ഇതില് അസെപ്റ്റേറ്റ് ആണ്. ഇവിടെ സെപ്റ്റം വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ അസെപ്റ്റേറ്റ് ആയിട്ടുള്ള, അതായത് സെപ്റ്റം വെച്ച് ഡിവൈഡ് ചെയ്തിട്ടില്ലാത്ത ഹൈഫേ അതിന് നമ്മളൊരു പേര് പറയും സീനോസൈറ്റിക് ഹൈഫേ. സീനോസൈറ്റിക് എന്നുള്ളൊരു ടേം കണ്ടു കഴിഞ്ഞാൽ അത് ഡിനോട്ട് ചെയ്യുന്നത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷനെയാണ്. മൾട്ടി ന്യൂക്ലിയേറ്റഡ് അതായത് ഒരു സെല്ലിന്റെ ഉള്ളിൽ തന്നെ ഒന്നിലധികം ന്യൂക്ലിയസ് വരാം. നോർമലി നമുക്കറിയാലേ ഒരു സെല്ലിന്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസ് ആണ് ഉണ്ടാവുന്നത്. ചില കേസസിൽ ഒരു സെല്ലിന്റെ ഉള്ളിൽ തന്നെ ഒന്നിലധികം ന്യൂക്ലിയസ് വരും. അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സീനോസൈറ്റിക് ഹൈഫേ. ഒരു സെല്ലിന്റെ ഉള്ളിൽ തന്നെ ഒന്നിലധികം ന്യൂക്ലിയസ് വരുന്ന കണ്ടീഷൻ മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ആണ്. ഇവിടെ അതിന് നമ്മൾ പറയുന്ന പേരാണ് സീനോസൈറ്റിക് ഹൈഫേ. അപ്പൊ ഒരു ഹൈഫയുടെ ഉള്ളിൽ തന്നെ ഒന്നിലധികം ന്യൂക്ലിയസ് ഒരു ഹൈഫയില് അവിടെ സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല, ഒരുമിച്ചാണ് എല്ലാ ന്യൂക്ലിയസും കൂടി ഉള്ളത്. സോ ഒരു ഹൈഫയിൽ തന്നെ ഒന്നിലധികം ന്യൂക്ലിയസ് പ്രസന്റ് ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സീനോസൈറ്റിക് ഹൈഫേ. അപ്പൊ അവിടെ സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല. ഒരു ഹൈഫയില് സെൽസ് ആയിട്ട് സെപ്റ്റംസ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് സെൽസ് എന്നുള്ള ടേം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ അവിടെ സെപ്റ്റംസ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടില്ല, ഒറ്റ എല്ലാം കൂടി ഒരുമിച്ചാണ് ന്യൂക്ലിയസ് വന്നത്. അപ്പൊ ഒരു ഹൈഫയിൽ തന്നെ ഒന്നിലധികം ന്യൂക്ലിയസ് ഉണ്ട്. അതിന് നമ്മള് സീനോസൈറ്റിക് ഹൈഫേ എന്ന് പറയാം. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഹൈഫൈ മൈസീലിയം ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, ma'am. ഓക്കെ അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ പറ്റിയെടുത്തിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ആനിമൽ കിങ്ഡത്തിന്റെ ഒരു 7 ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പറയാം. അപ്പൊ ഇത്രയും പോർഷൻ നമുക്ക് ഫഞ്ചൈയിൽ നോക്കാം. അപ്പൊ ഫഞ്ചൈയിൽ നമ്മൾ ആദ്യം പറഞ്ഞത് എല്ലാവരും മൾട്ടി സെല്ലാർ ആണ്, യൂക്കാലിപ്റ്റിക് ആണ്, മൾട്ടി സെല്ലാർ ആണ്. എക്സെപ്ഷൻ വരുന്നത് നമ്മുടെ ഈസ്റ്റ് ആണ്, ദാറ്റ് വാസ് യൂണിസെല്ലുലാർ. പിന്നെ 3 ഫഞ്ചൈ നമ്മൾ പറഞ്ഞു, പെൻസിലിയം, അതുപോലെ തന്നെ പെൻസിലിയം, ഈസ്റ്റ്, പക്സീലിയം. ഇത് 3ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ ഞാൻ ഈ പ്രസന്റേഷൻ എടുക്കാം കേട്ടോ. ക്യാമറ ഓഫ് ചെയ്യണേ. പ്രസന്റേഷനിൽ ഞാൻ പറയാം ക്വസ്റ്റ്യൻസ്. ഒരു മിനിറ്റ്. ഓക്കെ വോയിസ് ക്ലിയർ അല്ലേ? ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? എനിക്ക് ഇടയ്ക്കൊന്ന് സൗണ്ട് പോയി. ഓക്കെ അപ്പൊ നമ്മള് ഫഞ്ചൈ പറഞ്ഞു. കിങ്ഡം ഫഞ്ചൈയില് പെൻസിലിയം, ഈസ്റ്റ്, പക്സീലിയം. പിന്നെ നമ്മള് സ്ട്രക്ചർ പറഞ്ഞു. സെപ്റ്റേറ്റ് ഹൈഫേ ഉണ്ട്, സീനോസൈറ്റിക് ഹൈഫേ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം സെൻഡ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോ. ഈ സെപ്റ്റേറ്റ് ഹൈഫേ ഒന്നുകൂടെ എന്ന് പറയോ? പറയാം. അതായത് ഈ ഒരു ഫിഗർ നോക്കാം കേട്ടോ. ഓക്കെ സെപ്റ്റേറ്റ് ഹൈഫേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൈഫേനെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു ഡിവിഷൻ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ഡിവിഷൻ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ഡിവിഷൻ ഉണ്ട്, ഇവിടെ ഒരു ഡിവിഷൻ. അങ്ങനെ ഈ ഒരു ഹൈഫേനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഹൈഫേനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഓരോ ഡിവിഷന്റെയും ഉള്ളില് ഓരോ ന്യൂക്ലിയസ് അങ്ങനെയാണ് അവിടെ ഇരിക്കുന്നത്. നോക്കിക്കേ, ഒരെണ്ണം, ഇതടുത്തത്, അങ്ങനെ സെപ്റ്റം വച്ചിട്ട് ഈ കാണുന്നതിനാണ് നമ്മൾ സെപ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ സെപ്റ്റം വെച്ചിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനാണ് സെപ്റ്റേറ്റ് ഹൈഫേ എന്ന് പറയുന്നത്. അപ്പൊ ഡിവിഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കിയാൽ ഒരെണ്ണത്തിന്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളൂ. കാരണം എന്താണ്? അവിടെ സെപ്റ്റം വെച്ചിട്ട് ഡിവിഷൻ നടന്നിട്ടുണ്ട് സെപ്റ്റേറ്റ് ഹൈഫേയുടെ കേസിൽ. ഇനി അസെപ്റ്റേറ്റ് ഹൈഫേയിൽ നോക്കുക, അവിടെ സെപ്റ്റം ഇല്ല അല്ലെ? സെപ്റ്റം ഇല്ല.
എല്ലാ ന്യൂക്ലിയസും കൂടി ഒരുമിച്ചാണ്. ഇവിടെ ന്യൂക്ലിയസുകളെ തമ്മിൽ, അതായത് ഇവിടെ ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സെപ്റ്റേറ്റ് എന്ന് പറയായിരുന്നു. ഇവിടെ പക്ഷെ എന്തില്ല, സെപ്പറേഷൻ ഇല്ല. അപ്പൊ നമ്മൾ ഒരു ഹൈഫ എടുത്താൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒന്നിലധികം ന്യൂക്ലിയസ് പ്രസന്റ് ആയിരിക്കും. അതിന് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ. ഇവിടെ നോക്കിയാൽ കാണാം അല്ലെ, കുറെ ന്യൂക്ലിയസ് ഉണ്ട്, ഒന്നും സെപ്പറേറ്റഡ് ആയിട്ടല്ല. ഒരു ഹൈഫയില് തന്നെ മോർ ദാൻ വൺ ന്യൂക്ലിയസ് വിൽ ബി പ്രസന്റ്. അതാണ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ. അങ്ങനെ വരുന്നതാണ് സീനോസൈറ്റിക് ഹൈഫ. ഓക്കെ, അപ്പൊ സെപ്റ്റം വെച്ചിട്ട് ഒരു ഹൈഫയുടെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ് സെപ്റ്റേറ്റ് ഹൈഫേ. ന്യൂക്ലിയസ് എല്ലാം കൂടി ഒരുമിച്ച് അവിടെ സെപ്റ്റം ഒന്നും ഇല്ലാതെ പ്രസന്റ് ആയിട്ടുള്ളതാണ് സീനോസൈറ്റിക് ഹൈഫേ. അപ്പൊ ക്ലിയർ ആയോ? Yes, miss. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒന്ന് എടുക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ, സ്ക്രീൻ ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നില്ലേ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു മാച്ച് കോളം ബി ആൻഡ് സി വിത്ത് കോളം എ. അപ്പൊ ഇവിടെ 3 ക്ലാസ്സസ് കൊടുത്തിട്ടുണ്ട്, റെപ്റ്റീലിയ, എൽസ് ആൻഡ് മമേലിയ. 3 ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ദെൻ ബിയില് അതിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ്, സിയിൽ അതിന്റെ എക്സാമ്പിൾസ്. നമ്മൾ ആനിമൽ കിങ്ഡത്തിൽ നിന്ന് അങ്ങനെ ഡയറക്റ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നേക്കാൾ കൂടുതൽ ഇങ്ങനെ ക്യാരക്ടേഴ്സും എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടായിരിക്കും കേട്ടോ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ റെപ്റ്റീലിയയുടെ ഫീച്ചർ ആയിട്ട് ഇതിൽ വരുന്നത് എന്താണ്? സ്കെയിൽസ് ആണ് അല്ലെ? നമ്മൾ റെപ്റ്റീലിയ പഠിച്ചപ്പോ പറഞ്ഞു സ്കെയിൽസ് ഓർ സ്ക്യൂഡ്സ് പ്രസന്റ് ആയിട്ടുള്ളവരാണ്. നമ്മുടെ സ്നേക്കിനൊക്കെ ആണെങ്കിൽ സ്കെയിൽസ് ആണ്. ദെൻ ക്രോക്കഡൈലിനൊക്കെ ആണെങ്കിൽ അതിന്റെ ബോഡിയിൽ ഇങ്ങനെ മുള്ളു പോലെ ഇരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അത് സ്ക്യൂഡ്സ് ആണ്. സോ സ്കെയിൽസ് പ്രസന്റ് ആയിട്ടുള്ളവര് റെപ്റ്റൈൽസ്. അപ്പൊ റെപ്റ്റീലിയ നമ്മള് സ്കെയിൽസുമായിട്ട് മാച്ച് ചെയ്തു. ദെൻ ഇതിന് എക്സാമ്പിൾ വന്നത് ടർട്ടിൽ, കെലോൺ, ദാറ്റ് ഇസ് ടർട്ടിൽ ആണ് അവിടെ എക്സാമ്പിൾ വന്നത് റെപ്റ്റീലിയക്ക്. ദെൻ ഏവ്സിന് എന്തുണ്ട്? ഫെദേഴ്സ് ഉണ്ട്. എക്സാമ്പിൾ വന്നത് സിറ്റാക്കുല, ദാറ്റ് ഇസ് പാരറ്റ്. മമേലിയക്ക് നിങ്ങൾക്കറിയാം മാമറി ഗ്ലാൻസ് ഉണ്ട്. ഇതിൽ എക്സാമ്പിൾ വന്നത് പാന്തറ. പാന്തറ എന്ന് പറയുന്ന ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ജീനസാ? പാന്തറയിൽ ആരൊക്കെ ഉള്ളത്? Lion, Tiger, lion, leopard. ലയൺ, ടൈഗർ, ലെപ്പേർഡ് ഒക്കെ ഇൻക്ലൂഡ് ആവുന്ന ആ ഒരു ഗ്രൂപ്പാണ് പാന്തറ. അപ്പൊ അങ്ങനെ അത് മാച്ച് ചെയ്യാം കേട്ടോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ആർ ദ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ആനിമൽ ഗ്രൂപ്പ്. 2 ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ട്, സർക്കുലർ ആൻഡ് സക്കിംഗ് മൗത്ത് വിത്തൗട്ട് ജോസ്. ഈ വാക്ക് കേട്ടാൽ നിങ്ങൾ ഓർത്തു വെക്കണം, വിത്തൗട്ട് ജോസിന് നമ്മളൊരു പേര് പറയുന്നുണ്ട്, അഗ്നാത്ത. ഓക്കെ, വിത്തൗട്ട് ജോസ് ഉള്ളവരാണ് അഗ്നാത്ത. സോ അഗ്നാത്ത വിത്തൗട്ട് ജോസ് ഉള്ള ഒറ്റ ക്ലാസ് ആണ് നമ്മൾ അവിടെ പറയുന്നുള്ളൂ. അഗ്നാത്തയില് ഒരൊറ്റ ക്ലാസ് ആണ് പറയുന്നുള്ളൂ, ക്ലാസ് സൈക്ലോസ്റ്റൊമേറ്റ. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, സർക്കുലാർ മൗത്ത്ഡ് ഫിഷസ് ആണ്, ഫിഷ് ലൈക്ക് ബോഡി വിത്തൗട്ട് സ്കെയിൽസ് ആൻഡ് ഫിൻസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. സോ അഗ്നാത്ത ഇപ്പൊ ഈ ഒരു വാക്ക് കണ്ട ഓർക്കുക കേട്ടോ, സർക്കുലാർ മൗത്ത്ഡ്, അതുപോലെ തന്നെ ജോസ് ഇല്ല, അത് അഗ്നാത്തയാണ് വന്നത്. അഗ്നാത്തയിലെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? നെയിം ദ ക്ലാസ് എന്നാണ്. അഗ്നാത്തയിലെ ഏത് ക്ലാസ്? ചാടി കയറി ആദ്യം തന്നെ വിത്തൗട്ട് ജോസ് എന്നൊക്കെ കാണുമ്പോ അഗ്നാത്ത എന്ന ആൻസർ എഴുതി വെക്കില്ല, താഴെയുള്ള A, B ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ എയിൽ എന്താണ്? നെയിം ദ ക്ലാസ്. ഏത് ക്ലാസ് ആണ്? ക്ലാസിന്റെ പേര് സൈക്ലോസ്റ്റൊമേറ്റ. അവിടുത്തെ 2 എക്സാമ്പിൾ, ഇവരുടെ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 2 എക്സാമ്പിൾ ഉള്ളൂ സൈക്ലോസ്റ്റൊമേറ്റയ്ക്ക്, പെട്രോമൈസൺ, മിക്സിംഗ്. ഓക്കെ, എക്സാമ്പിളും എഴുതാം. പിന്നെ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇൻ യുവർ പ്രാക്ടിക്കൽ ദ ക്ലാസ് ടീച്ചർ ബ്രോട്ട് ദ ഫോളോയിങ് പ്രിസർവ്ഡ് ആനിമൽസ്. കുറെ ആനിമൽസിന്റെ പ്രിസർവ്ഡ് ആയിട്ടുള്ള ആനിമൽസിനെ കൊണ്ടുവന്നു. നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? ഓരോരുത്തരുടെയും ഫൈലം ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യണം. ദെൻ ഇവിടെ കുറച്ച് ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്, ഒരു 7 ക്യാരക്ടേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതില് ഓരോ ഫൈലത്തിന്റെയും ക്യാരക്ടർ ഏതാണ്? അത് വളരെ എളുപ്പമാണ്, കാരണം നമ്മൾ ഓരോ ഫൈലവും പഠിച്ചപ്പോൾ ഓരോരുത്തർക്കും സ്പെഷ്യൽ കുറച്ച് ക്യാരക്ടേഴ്സ് പറഞ്ഞിരുന്നു അല്ലെ, ബാക്കിയുള്ള ഫൈലത്തിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്ന കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. അപ്പൊ മെയിൻ ആയിട്ടും ക്വസ്റ്റ്യനില് ഈ സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കൂടുതൽ ചോദിക്കാം. അതായത് ജനറൽ ആയിട്ടുള്ള ഇപ്പം സീലോമുണ്ടോ അങ്ങനത്തെ ക്യാരക്ടറിനേക്കാൾ കൂടുതൽ ഇവർക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വരിക. ഇവിടെ നോക്കാം, ഇവിടെ ഫസ്റ്റ് തന്നിട്ടുള്ളത് ബലാനോഗ്ലോസസ് ആണ്. ബലാനോഗ്ലോസസ് ഏത് ഫൈലത്തിലാ വന്നത്? ഏത് ഫൈലത്തിലാ ബലാനോഗ്ലോസസ് വരിക? ഫൈലം
ഹെമികോർഡേറ്റ. ഹെമികോർഡേറ്റ. ഹെമികോർഡേറ്റയിൽ രണ്ട് പേരാണ് നമ്മൾ പറഞ്ഞത്, ബലാനോഗ്ലോസസും അടുത്ത ആളുടെ പേര് ഓർക്കണ്ടോ? സാക്കോഗ്ലോസസ് ട്ടോ. ബലാനോഗ്ലോസസും സാക്കോഗ്ലോസസും വരുന്ന ഫൈലമാണ് ഫൈലം ഹെമികോർഡേറ്റ. അപ്പൊ ബലാനോഗ്ലോസസ് വന്നത് ഹെമികോർഡേറ്റയിലാണ്. ഇനി നമുക്ക് ഈ തന്നേക്കുന്നതിൽ ഹെമികോർഡേറ്റയുടെ ക്യാരക്ടർ ഇതാണ്, പ്രസൻസ് ഓഫ് പ്രൊബോസിസ് ഗ്ലാൻഡ്. ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മള് ഹെമികോർഡേറ്റയുടെ സ്ട്രക്ചർ പഠിച്ചപ്പം അവിടെ പ്രൊബോസിസ് ഗ്ലാൻഡ് ഉണ്ട്. പ്രൊബോസിസ് ഗ്ലാൻഡ് എക്സ്ട്രീഷന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. സോ അത് അവരുടെ ഒരു യൂണീക് ഫീച്ചർ ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ പൈല. പൈല നമ്മുടെ ആപ്പിൾ സ്നെയിൽ. ആപ്പിൾ സ്നെയിൽ വന്നത് മൊളസ്കയിലാണ് വന്നത്. ഇതില് മൊളസ്കയുടെ ക്യാരക്ടർ ഏതാ? പ്രസൻസ് ഓഫ് റാഡുല. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം എ എന്ന് എഴുതുക, ബലാനോഗ്ലോസസ് എന്ന് എഴുതുക, എന്നിട്ട് അതിനെ ഫൈലം ഹെമികോർഡേറ്റ, എന്നിട്ട് അതിന്റെ ക്യാരക്ടർ ഏതാണ്, അതായത് പ്രസൻസ് ഓഫ് പ്രൊബോസിസ് ഗ്ലാൻഡ്, അങ്ങനെ എഴുതണം കേട്ടോ. അല്ലാതെ നമ്മള് കറക്റ്റ് അങ്ങനെ തന്നെ ആൻസർ ചെയ്യുക. അതല്ലാതെ വേറെ രീതിയിൽ ഇപ്പൊ എ എന്ന് മാത്രം എഴുതി, എ ഹെമികോർഡേറ്റ, പിന്നെ എ ക്യാരക്ടർ ആയിട്ട് പ്രസൻസ് ഓഫ് പ്രൊബോസിസ് ഗ്ലാൻഡ് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ വാല്യൂ ചെയ്യുന്നവർക്ക് അതൊരു ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ചൊരു പ്രശ്നം വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത് നിങ്ങളിപ്പം ക്ലാസ് ടെസ്റ്റ് അങ്ങനെയല്ല ഞാൻ പറയണേ, നിങ്ങൾ നിങ്ങളുടെ ബോർഡ് എക്സാമിനൊക്കെ എഴുതുന്ന ടൈമില് ഇപ്പൊ ആൻസർ എഴുതുമ്പോ 3 ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടു, 3 എന്നിട്ടു, എ എന്നിട്ടു, ബലാനോഗ്ലോസസ് ഫൈലം ഹെമികോർഡേറ്റ, എന്നിട്ട് അതിന്റെ ക്യാരക്ടർ, അങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതുന്നത്. ബി പൈല മൊളസ്കയാണ് ഫൈലം, ക്യാരക്ടർ പ്രസൻസ് ഓഫ് റാഡുല. അടുത്തത് ടേപ്വേം ആണ്. ടേപ്വേം വരുന്നത് പ്ലാറ്റി ഹെൽമിന്തസിലാണ്. പ്ലാറ്റി ഹെൽമിന്തസിന്റെ ക്യാരക്ടർ എന്താ? പ്രസൻസ് ഓഫ് ഫ്ലെയിം സെൽസ്. ഓക്കെ, ഫ്ലെയിം സെൽസ് പ്രസന്റ് ആയിട്ടുള്ളതാണ് പ്ലാറ്റി ഹെൽമിന്തസ്. ദെൻ ഫൈസാലിയ. ഫൈസാലിയ വരുന്നത് സീലൻട്രേറ്റ ഓർ നിഡേറിയയിലാണ്. അവരുടെ ക്യാരക്ടർ എന്താ? പ്രസൻസ് ഓഫ് നിഡോസൈറ്റ്സ് ഓർ നിഡോപ്ലാസ്റ്റ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? എക്സാമ്പിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡൗട്ട് ഉണ്ടോ ഏതെങ്കിലും? No, miss. മിസ് ഈ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നാ? ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പിൽ കിട്ടിയില്ലേ എല്ലാവർക്കും? ഇതില്ലല്ലോ. കിട്ടിയില്ലേ? ഇല്ല. നോ മാം. അനുലക്ഷ്മി കിട്ടിയിരുന്നോ? കിട്ടിയിരുന്നു മിസ്സേ. ഓക്കെ, ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഒന്നുകൂടി സെൻഡ് ചെയ്യാനായിട്ട് കൊടുത്തേക്കാം. ഓക്കെ, സെൻഡ് ചെയ്ത് കിട്ടാത്തവർക്ക് ഇന്ന് ഒന്നുകൂടി സെൻഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഈ ആൻസർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ബുക്കിലോ എവിടെയെങ്കിലും നിങ്ങളൊന്ന്, ഇതൊക്കെ പ്രീവിയസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഫൈല ഓർ ക്ലാസ്. അത് നോക്കാം കേട്ടോ. ഫൈലം മാത്രമല്ല ഇവിടെ കൊടുത്തേക്കുന്നത്, ക്ലാസും കൊടുത്തിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ഫൈലം ഓർ ക്ലാസ് ആൻഡ് ഗീവ് എക്സാമ്പിൾസ് ഓഫ് ഈച്ച് ഗ്രൂപ്പ്. ബോഡി ഈസ് കവേർഡ് ബൈ സ്കെയിൽസ്. ഹാർട്ട് ഈസ് 3 or 4 ചേംബേർഡ്. അപ്പൊ ഈ 3 or 4 എന്ന് പറയുമ്പോ എന്താണ്? ആംഫിബിയൻസ് ഒന്നും അല്ല, കാരണം അവർക്ക് 4 എന്നുള്ള ആ ഒരു നമ്പർ അവിടെ വന്നില്ല. 3 or 4 എന്ന് പറയുമ്പോൾ നമ്മുടെ റെപ്റ്റൈൽസ് ആണ് വരുള്ളൂ. കാരണം യൂഷ്വലി റെപ്റ്റൈൽസ് 3 ചേംബേർഡ് ആണ്. 4 ചേംബേർഡ് വന്ന ഒരാളുള്ളത് ക്രോക്കോഡൈൽ ആണ്. ഓക്കെ, യൂഷ്വലി 3 ചേംബേർഡ് ആണ്, 4 ചേംബേർഡ് വരുന്നത് ക്രോക്കോഡൈൽ ആണ്. അതുപോലെ തന്നെ ലങ്സ് വഴിയാണ് റെസ്പിറേഷൻ. സോ അവിടുത്തെ ക്ലാസ് റെപ്റ്റീലിയ ആണ്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതാട്ടോ റെപ്റ്റൈൽസിന്റെ. Then second one, they are exclusively marine, commonly called sea walnuts, shows bioluminescence. ആരാണ്? ടീനോഫോറയാണ്. ടീനോഫോറയുടെ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതുക. Then body is divided into proboscis, collar and trunk. Proboscis എന്ന് കണ്ട അവിടെ രണ്ടാമതൊന്നും തീരുമാനിക്കേണ്ട, അതാരാണ്? ഹെമികോർഡേറ്റ ആണ്. proboscis എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഹെമികോർഡേറ്റ ആണ്. ഹെമികോർഡേറ്റ, സാക്കോഗ്ലോസസ്, ബലാനോഗ്ലോസസ് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതുക. ഇത് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. കോൺട്രിക്ടസും ഓസ്റ്റിക്ടസും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നടന്ന +1 മോഡൽ സ്റ്റേറ്റുകാരുടെ മോഡൽ എക്സാമിനൊക്കെ വന്നിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ. കോൺട്രിക്ടസും ഓസ്റ്റിക്ടസും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇത് നമ്മുടെ ടെക്സ്റ്റിലെ സെയിം നമ്മൾ ഡിവിഷൻ കൊടുത്തിട്ടുള്ള സെല്ലുലാർ ലെവൽ, സിമെട്രി ഇങ്ങനെ ബേസ് ചെയ്ത് കൊടുത്തിട്ടുള്ള അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ തന്നേക്കുന്നതാണ് ഈ ഒരു ഡയഗ്രാം. നമ്മുടെ NCERT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള സെയിം ആണ്. നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. പിന്നെ ഈ ഒരു സംഭവത്തിന് എപ്പോഴും ക്വസ്റ്റ്യൻ വന്നാണ് കേട്ടോ. ഇതിന്റെ ഫിഗർ തരും. ഇതിന്റെ ഫിഗർ തന്നിട്ട് ഇത് ഏത് ക്ലാസ് ആണ്,
ഏത് ക്ലാസ്സിൽ പെടുന്ന ഓർഗാനിസം ആണെന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. ഇത് ഏതാണ്? ഹിപ്പോ ക്യാമ്പസ് ആണ്. ഓസ്റ്റിക്ടസിലാണ് വന്നത്. ബോണി ഫിഷസ് ആയിട്ടുള്ള ഓസ്റ്റിക്ടസിൽ വരുന്നതാണ് ഇത് ഹിപ്പോ ക്യാമ്പസ്. ബോണി ഫിഷസിന്റെ ഏതെങ്കിലും ക്യാരക്ടർ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ബോണി ഫിഷ് ആണ്. അപ്പൊ എപ്പോഴും എന്താ ഓർത്തിരിക്കാം? ബോണി എൻഡോസ്കെലിറ്റൺ ആണ്. കാർട്ടിലേജിനസ് ഫിഷസിന്റെ എൻഡോസ്കെലിറ്റൺ കാർട്ടിലേജ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബോണി ഫിഷസിന്റെ ബോൺസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഓപ്പർക്യുലം, ഗിൽ കവറിംഗ് പ്രസന്റ് ആണ്. എയർ ബ്ലാഡർ പ്രസന്റ് ആണ്. ഇതൊക്കെ അവിടുത്തെ ക്യാരക്ടർ ആണ് കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് കിട്ടാത്തവർക്ക് ഒന്നുകൂടി സെൻഡ് ചെയ്ത് തന്നേക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. കാരണം ഇനി നമുക്ക് ടെസ്റ്റ് പേപ്പർ ചെയ്യാനായിട്ട് വന്നത് ബാക്കിയുള്ള ഭാഗമാണല്ലോ, കൈനോഡർമയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഭാഗമാണല്ലോ. അപ്പൊ എപ്പോഴും ക്വസ്റ്റ്യൻ കൂടുതൽ ചോദിക്കാറുള്ള ഒരു പോർഷൻ കോർഡേറ്റി ആണ്. കോർഡേറ്റിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് നോക്കുക. ആ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കോർഡേറ്റയുടെ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോർഡേറ്റ മാത്രമല്ല, ഹെവി കോർഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? No, miss. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.